Welcome to Unify Physics. Today we are going to start a lecture series on electrodynamics, and this is the first lecture. In this lecture series, we will be discussing some selected topics in the module electrodynamics. After completing these lectures, you will be able to get the better understanding of the concepts in this field, and of course we will discuss some problems, and this will be treated as a stepping stone to doing problems in this paper. As I told, this is the first lecture. In this lecture, we are discussing a little bit of what is electric potential and fields and how these are connected. By getting the potential of a given configuration, how can we estimate the field produced by such systems? And we will discuss some problems. So we generally get into the topic, first lecture, electric potential and fields. ആദ്യം തന്നെ ഫീൽഡ് എന്താണ് എന്നുള്ള കാര്യത്തിലേക്കാണ് നമ്മുടെ ഡിസ്കഷൻ പോകുന്നത്. ഫീൽഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരിക, അല്ലെങ്കിൽ ഫീൽഡ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഫീൽഡുകൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. എന്തിനാണ് ഫീൽഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഫിസിക്സിലുള്ളത്? എന്തിനാണ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡും ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? ഒരു ചാർജിന് ചുറ്റും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡുകളെയും ഒരു മാഗ്നറ്റിനോ അല്ലെങ്കിൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനെയും ഒരു മാസ് ഡിസ്ട്രിബ്യൂഷന് ചുറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനെയും പറ്റി ഗ്രാവിറ്റേഷണൽ ഫീൽഡിനെയും പറ്റി നമ്മൾ എന്തിനാണ് ഫിസിക്സിൽ ഇത്രയും ഗൗരവപരമായി ചിന്തിക്കുന്നത്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഫോളോയിങ് റീസൺ. ഈ നോൺ കോണ്ടാക്ട് ഫോഴ്സുകളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, രണ്ട് ചാർജുകൾ തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്യുന്നു, അതൊരു ഫൈനൈറ്റ് ഡിസ്റ്റൻസ് അപ്പാർട്ടിൽ വെച്ചാലും അവർ പരസ്പരം അട്രാക്ഷനോ റിപ്പൾഷനോ കാണിക്കും ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈൻ ഓഫ് ദ ചാർജ്. രണ്ട് മാസീവ് ഒബ്ജക്റ്റുകൾ വെച്ചാൽ അവർ പരസ്പരം അട്രാക്ട് ചെയ്യും ഡ്യൂ ടു ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഡ്യൂ ടു ദ ഇൻറ്ററാക്ഷൻ വിത്ത് ദ ഫീൽഡ് ആൻഡ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഇറ്റ് വിൽ ഡിഫ്ലക്ട് ദെയർ പാത്ത്. In all these situations you can see a force which is a non-contact force. ഒരു കോണ്ടാക്റ്റ് ഇല്ല, പക്ഷെ കോണ്ടാക്റ്റ് ഇല്ലാതെ തന്നെ അതിൻ്റെ മുകളിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇത്തരം ഫോഴ്സുകളെ, നോൺ കോണ്ടാക്ട് ഫോഴ്സുകളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫീൽഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരുന്നത്. ആക്ച്വലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഫീൽഡുമായി ഇൻറ്ററാക്ട് ചെയ്തതുകൊണ്ടാണ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തത്. മാഗ്നറ്റിക് ഫോഴ്സ് ഫീൽഡുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോറൻസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഉണ്ടാവുന്നു. ഒരു മാസ്സുള്ള ഒബ്ജക്റ്റ് ഗ്രാവിറ്റേഷണൽ ഫീൽഡിലൂടെ മൂവ് ചെയ്യുമ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. പ്ലാനറ്റ്സുകളും സണ്ണും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ഈ പ്ലാനറ്റ്സുകൾ റിവോൾവ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ ഡൈനാമിക്സ് പഠിക്കുന്നു. ഇവർ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ല. സോ വിത്തൗട്ട് ദ കോണ്ടാക്ട് എ ഫോഴ്സ് ഇസ് എക്സ്പീരിയൻസ്ഡ് ഓൺ ഒബ്ജക്ട്സ്. ദെർഫോർ വി നീഡ് എ ഇൻവിസിബിൾ തിങ് വിച്ച് ഈസ് കോൾഡ് ഫീൽഡ്. അവരെയാണ് നമ്മൾ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്നൊക്കെ പറഞ്ഞൊക്കെ നമ്മൾ പറയുന്നത്. വിച്ച് ഈസ് ഇൻവിസിബിൾ ബട്ട് ഇറ്റ് ഈസ് ദർ. പക്ഷേ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കൺസെപ്റ്റിന് മാത്രമാണോ? ഫീൽഡ് എന്ന് പറഞ്ഞാൽ കേവലം ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്സുകൾ മാത്രമാണോ ഉള്ളത്? മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റികളെയും നമുക്ക് ഫീൽഡായിട്ട് പറയാൻ സാധിക്കുമോ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ഫീൽഡ് എന്നുള്ള ക്വസ്റ്റ്യനുള്ള ഉത്തരം ജനറലായി, അബ്സ്ട്രാക്റ്റായി നമുക്ക് എങ്ങനെ പറയാം? ആൻഡ് ഹിയർ ഈസ് ദ ഡെഫിനിഷൻ. A field is a region of space for which
each point is associated with a special physical quantity. ബേസിക്കലി ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു റീജിയൺ ഓഫ് സ്പേസ് ആണ്. സ്പേസിലുള്ള ചില ഭാഗങ്ങൾ, ചിലപ്പോൾ സ്പേസ് മുഴുവൻ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കാം, അല്ലെങ്കിൽ സ്പേസിലെ ചില ഭാഗത്ത് മാത്രമേ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. എന്താണ് അതിൻ്റെ പ്രത്യേകത? അറ്റ് ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഇൻ ദിസ് സ്പേസ് യു ക്യാൻ അസൈൻ സ്പെസിഫിക്കലി, യുണീക്ക്ലി എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫോർ ഇൻസ്റ്റൻസ്, യു കൺസിഡർ എ റീജിയൻ ഓഫ് സ്പേസ് ലൈക്ക് ദിസ്. ഇങ്ങനെയുള്ളൊരു റീജിയൻ ഓഫ് സ്പേസിൽ നിങ്ങൾ ധാരാളം പോയിൻറ്റ്സുകൾ അസൈൻ ചെയ്യുക. യു ക്യാൻ ഹാവ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഇൻ ദിസ് റീജിയൻ ഓഫ് സ്പേസ്. നോക്കൂ, ഈ ഓരോ പോയിന്റുകളും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കൃത്യമായി റെപ്രസെൻറ്റ് ചെയ്യുന്നു എങ്കിൽ, അതായത് ഈ റീജിയനിലുള്ള എല്ലാ പോയിന്റുകളിലും നിങ്ങൾക്ക് ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യാം യുണീക്ക്ലി, ആൻഡ് ദെർഫോർ ദിസ് റീജിയൻ ഇസ് കോൾഡ് എ ഫീൽഡ്. ഇനി ഈ റീജിയനിലുള്ള ഓരോ പോയിന്റുകളിലും in addition to the magnitude of the physical quantity, suppose you can assign a vector direction also. നിങ്ങൾക്ക് ഓരോ പോയിന്റുകളിലും നിങ്ങൾക്ക് ഡിറക്ഷൻ അസൈൻ ചെയ്യാൻ സാധിക്കുന്നു എന്ന് കരുതുക. ഈ ഓരോ പോയിന്റിലുമുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഓരോ ഡിറക്ഷനിലും നമുക്ക് അസൈൻ ചെയ്യാൻ സാധിക്കുന്നു എങ്കിൽ, ഇങ്ങനെ അസൈൻ ചെയ്യാൻ സാധിക്കുന്നു എങ്കിൽ, ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ആ റീജിയൻ ഓഫ് സ്പേസിൽ മാഗ്നിറ്റ്യൂഡ്സുകൾ മാത്രമല്ല, at each and every point in this region it has direction also, and therefore such fields are called vector fields. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഫീൽഡ് എന്ന് പറയുന്നത് ഒരു റീജിയനിൽ ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ആ റീജിയനിലെ ഓരോ പോയിന്റുകളിലും നമുക്ക് ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിന് മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും വരാം. അത്തരം ഫിസിക്കൽ ക്വാണ്ടിറ്റി കൊണ്ട് ഡിഫൈൻ ചെയ്യപ്പെട്ട ഫീൽഡുകളെ വിളിക്കുന്ന പേര് വെക്റ്റർ ഫീൽഡ് എന്നാണ്. ഇറ്റ് ഈസ് കോൾഡ് വെക്റ്റർ ഫീൽഡ്. എന്നാൽ അറ്റ് എ ഗിവൺ ലൊക്കേഷൻ സപ്പോസ് ദ ഫീൽഡ് ഹാസ് മാഗ്നിറ്റ്യൂഡ് ഓൺലി, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ എങ്കിൽ സച്ച് ഫീൽഡ്സ് ആർ കോൾഡ് സ്കേലാർ ഫീൽഡ്സ്. സോ ഫീൽഡ്സ് ക്യാൻ ബി ടു ടൈപ്സ്, എ വെക്റ്റർ ഫീൽഡ് ആൻഡ് എ സ്കേലാർ ഫീൽഡ്. നമ്മൾ ഡിസ്കസ് ചെയ്ത ഇലക്ട്രിക് ഫീൽഡ് ഇസ് എ വെക്റ്റർ ഫീൽഡ്. Magnetic field is a vector field. The gravitational field, which I represented by the letter capital I, is a vector field. ഈ ഫീൽഡുകൾക്കൊക്കെ റീജിയൻ ഓഫ് സ്പേസിൽ മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല ഡിറക്ഷനും ഉണ്ടായിരിക്കുന്നതാണ്. ആൻഡ് ഓഫ് കോഴ്സ് there are some physical quantity. It is defined in the same way in a region, but it has magnitude only because for the description of such physical quantity the magnitude itself is enough. Direction ആവശ്യമില്ല. And such physical quantities are called scalar fields. The best example for a scalar field, can you guess it? നമ്മൾ ഫീൽഡ് എന്ന് കേൾക്കുമ്പം ഈ വെക്റ്റർ ഫീൽഡുകളെ പറ്റി മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ അല്ലേ? ഓഫ് കോഴ്സ് സ്കേലാർ ഫീൽഡുകളും ഫിസിക്സിൽ അവൈലബിൾ ആണ്, നമുക്ക് പരിചയമുള്ള ആളുകളുണ്ട്. The best example for scalar field, especially in the paper electrodynamics, is the electric potential represented by capital V. ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ ആ ചാർജ് ഡിസ്ട്രിബ്യൂഷന് ചുറ്റും each and every point in the charge distribution you can assign a physical quantity which has magnitude only, and that is a scalar function called electric potential. എന്നാൽ ഇതേ ചാർജ് ഡിസ്ട്രിബ്യൂഷന് ചുറ്റും നിങ്ങൾക്കൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യാം, ഈച്ച് ആൻഡ് എവറി പോയിന്റ് അറൗണ്ട് ദ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, ആൻഡ് സച്ച് വെക്റ്റർ ഫീൽഡ് ഇസ് കോൾഡ് ഇലക്ട്രിക് ഫീൽഡ്. അതൊരു വെക്റ്റർ ഫീൽഡാണ്. ആൻഡ് ദിസ് ഇസ് ഐഡിയ. ഇനി സ്കേലാർ ഫീൽഡ് ആയിട്ടുള്ളത് നമ്മുടെ പൊട്ടൻഷ്യൽ മാത്രമല്ല. സപ്പോസ് യു കൺസിഡർ എ റൂം, ആൻഡ് ഇൻസൈഡ് ദ റൂം ദ ടെമ്പറേച്ചർ ഇസ് നോട്ട് യൂണിഫോം. Suppose the temperature inside the room varies from point to point. Then you can assign or define a temperature at each and every point in this room. And this is a temperature gradient. We call it as temperature field.
ആ റൂമിനുള്ളിലുള്ള എല്ലാ പോയിന്റുകളിലും നിങ്ങൾക്കൊരു സ്പെസിഫിക് ആയി ടെമ്പറേച്ചർ ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ അതൊരു ടെമ്പറേച്ചർ ഫീൽഡാണ്, വിച്ച് ഇസ് എ സ്കേലാർ ഫീൽഡ്. നമ്മൾ അറ്റ്മോസ്ഫിയറിക് ആയിട്ടുള്ള സ്റ്റഡീസൊക്കെ നടത്തുന്ന സമയത്ത് ഒരു ജോഗ്രഫിക് റീജിയണിൽ പ്രഷർ വേരിയേഷൻസ് ഉണ്ടെന്ന് കരുതുക, ഓർ അറൗണ്ട് ആൻ ഓഷ്യൻസിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോഗ്രഫിക് റീജിയൻ്റെ മുകളിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വേരിയേഷൻ ഉണ്ട്. സോ യു ഹാവ് എ മാപ്പ്. ആ മാപ്പിലെ ഓരോ പോയിന്റുകളിലും നിങ്ങൾക്ക് പ്രഷർ അസൈൻ ചെയ്യാൻ സാധിക്കുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ ഡിഫൈൻ എ പ്രഷർ ഫീൽഡ് ആൻഡ് ഇറ്റ് ഈസ് എ സ്കേലാർ ഫീൽഡ്. അപ്പോൾ നമുക്ക് സ്കേലാർ ഫീൽഡ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസുകൾ കുറവല്ല, ധാരാളമുണ്ട്. അതുപോലെ തന്നെ വെക്റ്റർ ഫീൽഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റികളും അവൈലബിൾ ആണ്. അപ്പോൾ ഫീൽഡ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ജനറൽ ഐഡിയയാണ്. ഇതിൻ്റെ ഓരോ സ്പെഷ്യൽ കേസുകൾ മാത്രമാണ് നമ്മളുടെ ഇലക്ട്രിക് ഫീൽഡ് ആവട്ടെ, മാഗ്നറ്റിക് ഫീൽഡ് എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെയൊക്കെ ഓരോ ബേസിക് ഐഡിയ ആണ്. ആൻഡ് ദിസ് ഇസ് ഐഡിയ ഓഫ് ദ ഫീൽഡ്. അപ്പോൾ ഇനി ഫീൽഡ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ ഏറി വന്നാൽ ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡോ മാത്രമല്ല നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. യു ക്യാൻ ഹാവ് ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, of course the gravitation potential, electric potential, the temperature, the pressure, everything can be assigned as a field. It just should satisfy the definition of the field. അത്ര വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയും ആവാം നമുക്ക് ഫീൽഡായിട്ട് അസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. So this is idea of the field. Now we move to our discussion, that is electric field. Electric field എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് ഫീൽഡിന് ഞാൻ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഒരു റീജിയൻ ഓഫ് സ്പേസിലെ ഓരോ പോയിന്റുകളിലും നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി അസൈൻ ചെയ്യാൻ സാധിക്കും. ഓരോ പോയിന്റിലും അതിന് മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും പറയാനായിട്ട് സാധിക്കും. ആൻഡ് ദെർഫോർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ വെക്റ്റർ ഫീൽഡ്. ആൻഡ് ഹൗ ദിസ് ഇലക്ട്രിക് ഫീൽഡ് അറൈസസ്? ഇലക്ട്രിക് ഫീൽഡ് അറൈസസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ചാർജ് ഇൻ ദ സ്പേസ്. നമ്മുടെ സ്പേസിൽ ഒരു ചാർജോ ചാർജിൻ്റെ കോൺഫിഗറേഷനോ ആണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ഈ വെക്റ്റർ ഫീൽഡ് ഉണ്ടാവാനുള്ള റീസൺ. ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റ് ആൻഡ് എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ആർ റെസ്പോൺസിബിൾ ഫോർ ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ സ്പേസ്. ദ പ്രസൻസ് ഓഫ് മാസ് ഓർ മാസീവ് ഒബ്ജക്ട്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻ ദ സ്പേസ്. അപ്പോൾ ഓരോ ഫീൽഡുകളും ഉണ്ടാവുന്നതിനൊരു സോഴ്സ് ഉണ്ട്. വി ആർ ഫോക്കസ്ഡ് ഓൺ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നതിനുള്ള കാരണം, ദ സോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജാണ്. കൺസിഡർ ദിസ് screen. Assume that there is no electric charges are there in the screen. We call it as a free space. ഒന്നുമില്ല, ചാർജ് ഒന്നുമില്ല, വളരെ ന്യൂട്രൽ ആയിട്ടുള്ളൊരു പ്ലെയിൻ അസ്യൂം ചെയ്യുക. ഇങ്ങനെ ന്യൂട്രൽ ആയിട്ടുള്ളൊരു പ്ലെയിനിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഞാനൊരു ചെറിയ ചാർജ് വെച്ചാൽ ആ ചാർജിന് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമോ? ദ ആൻസർ ഈസ് നോ. കാരണം ഇവിടെ ഫീൽഡ് ഇല്ല, മറ്റ് ചാർജുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു ചെറിയൊരു ടെസ്റ്റ് ചാർജ് ക്യൂ ഞാൻ ഈ സ്പേസിലൂടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് എക്സ്പീരിയൻസ് എനി ഫോഴ്സ്. ബട്ട് if you place another charge, നിങ്ങൾ വേറൊരു ചാർജ് ആദ്യം ഇവിടെ പ്ലേസ് ചെയ്യാം. ഞാൻ അതിനെ വിളിക്കുന്ന പേര് സോഴ്സ് ചാർജ് എന്നാണ്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ ക്യൂ. ഇങ്ങനൊരു ചാർജ് ഇവിടെ വെച്ചാൽ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദിസ് സോഴ്സ് ചാർജ് the space surrounded by it gets modified, and that modified space is called electric field. അപ്പോൾ ഒരു ചാർജിൻ്റെ പ്രസൻസ് ആ സ്പേസിനെ മൊത്തത്തിൽ മാറ്റി. നേരത്തെ ഉണ്ടായിരുന്ന സ്പേസ് അല്ല ഇപ്പോൾ. ഇതിനൊരു ചുറ്റുമുള്ള സ്ഥലങ്ങൾ കംപ്ലീറ്റ്ലി മോഡിഫൈഡ് ആയി. ഹൗ ക്യാൻ യു സേ ദാറ്റ് it is modified or not? You place another charge, say test charge, nearby it. Definitely you will get a force experienced on the small charge test Q. Other repulsion or attraction ആവാം. That is depends on the sign of the charge, capital Q and small q. Anyway, you will get a force. It may be attraction or repulsion. You will experience an interaction.
അപ്പോൾ ഈ ഇൻ്ററാക്ഷൻ എവിടുന്ന് വന്നു? ഈ ഇൻ്ററാക്ഷന് കാരണം ഈ ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്ന ചാർജ് ഇവിടെ വെച്ചതുകൊണ്ട് ഈ സ്പേസ് മോഡിഫൈ ചെയ്യുകയും ഈ മോഡിഫൈ ചെയ്ത സ്പേസിൽ നിങ്ങൾ മറ്റൊരു ചാർജിനെ വെച്ചപ്പോൾ ആ മോഡിഫൈഡ് സ്പേസിൽ വെച്ച ചാർജിന് മുകളിൽ ഫോഴ്സ് അനുഭവപ്പെടുകയും ചെയ്തു. ആൻഡ് ആക്ച്വലി ദിസ് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് ബേസിക്കലി പറയുന്നത്. അപ്പോൾ ചാർജിൻ്റെ പ്രസൻസ് കൊണ്ട് സ്പേസ് മോഡിഫൈഡ് ആവുകയും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുകയും ചെയ്യുന്നു. ആ ഫീൽഡിൽ നിങ്ങളൊരു ചാർജിനെ പ്ലേസ് ചെയ്യുമ്പോൾ അതിന് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ദിസ് ഇസ് ദ ഐഡിയ. ആൻഡ് ഓഫ് കോഴ്സ് യു ക്യാൻ കണക്ട് ദ ഫോഴ്സ് ആൻഡ് ഫീൽഡ് by the famous equation. All of you know this, F equals QE. The force and fields can be connected by this equation, where capital F is the force experienced on the test charge, capital E is the field produced by the source charge. And from this equation it is clear that you can define the electric field as it is force experienced per unit charge. E is equal to F by Q. All of you know this. Then how can we assign the direction? Direction നിങ്ങൾക്ക് എങ്ങനെ assign ചെയ്യാം? You place a +1 coulomb charge. We call it as unit positive charge at a given location. What is the force experienced on the, what is the direction of force experienced on the unit positive charge? It will give you the direction of electric field at that location. Suppose ഈ ലൊക്കേഷനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് direction of electric field ആണ് കാണുന്നതെങ്കിൽ അവിടെ +1 കൂളുംബ് വെക്കുക. ഈ ചാർജ് ഈ +1 കൂളുംബിൻ്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡിറക്ഷൻ നോക്കുക. ലെറ്റ് ഇറ്റ് ബി എ പോസിറ്റീവ് ചാർജ്, സോഴ്സ് ചാർജ്. അങ്ങനെയാണെങ്കിൽ ഈ പോസിറ്റീവ് സോഴ്സ് ചാർജ് ഈ +1 കൂളുംബിൻ്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡിറക്ഷൻ ഇങ്ങോട്ടാണ്. ആൻഡ് ദിസ് ഇസ് ദ ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദിസ് ലൊക്കേഷൻ. അറ്റ് ദിസ് ലൊക്കേഷൻ ദ ഡിറക്ഷൻ ഓഫ് ഫീൽഡ് ഈസ് ഇൻ ദിസ് വേ. അറ്റ് ദിസ് ലൊക്കേഷൻ ഡിറക്ഷൻ ഓഫ് ഫീൽഡ് ഈസ് ഇൻ ദിസ് വേ. At this location direction of electric field is in this way. So at each and every point you can define an electric field as force experienced per unit positive charge. That's a magnitude. And the direction of electric field is taken as in the direction of force experienced on unit positive charge. Okay. അപ്പോൾ ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അറൈസ് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവാനുള്ള കാരണം ചാർജിൻ്റെ പ്രസൻസ് ആണ്. ആൻഡ് ഓഫ് കോഴ്സ് ദർ ഇസ് അനദർ സോഴ്സ്, അനദർ പോസിബിലിറ്റി ദാറ്റ് the time varying magnetic fields that can also generate electric field. Time varying ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിനും ഇലക്ട്രിക് ഫീൽഡിനെ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് ദ ബേസിക് സോഴ്സ് can be considered for the production of electric field is the charge. Even though the charge is a scalar quantity, അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഫീൽഡ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് എപ്പോഴും ആലോചിക്കുക. ഓക്കെ, ഇനി നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പറയുമ്പം നമ്മളെപ്പോഴും തെറ്റ് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രണ്ട് ടേം ഉണ്ട്. ഒന്ന് കോൺസ്റ്റൻറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളതും യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളതും. നമ്മൾ ഫിസിക്സിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. കൺസിഡർ എ ഡൈപോൾ ഓർ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. പ്രോബ്ലങ്ങളൊക്കെ കാണാറുണ്ട്. അതുപോലെ തന്നെ കൺസിഡർ ചാർജ്ഡ് പാർട്ടിക്കിൾ പ്ലേസ്ഡ് ഇൻ കോൺസ്റ്റൻറ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഇത് രണ്ടും ഒരേ സെൻസിൽ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണോ അല്ലെങ്കിൽ ഇത് രണ്ടും രണ്ട് കൺസെപ്റ്റാണോ നമുക്ക് പറഞ്ഞു തരുന്നത്? പലപ്പോഴും കുട്ടികൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ, ഈ കോൺസ്റ്റൻറ്റ് ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നതിൽ വ്യത്യാസം കണ്ടിട്ടുണ്ട്. ആൻഡ് ഹിയർ ഈസ് ദ സൊല്യൂഷൻ. ഇവർ രണ്ടും രണ്ട് കൺസെപ്റ്റുകളാണ്, രണ്ട് കാര്യങ്ങളാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നോക്കൂ, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻ ജനറൽ എ ഫങ്ഷൻ ഓഫ് ബോത്ത് പൊസിഷൻ ആസ് വെൽ ആസ് ടൈം. ഇത് രണ്ടിൻ്റെയും ഫങ്ഷൻ ആവാം. ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഒരു ലൊക്കേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ആ പൊസിഷൻ്റെ ഫങ്ഷൻ ആവാം. പൊസിഷൻ്റെ ഫങ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സോഴ്സ് ചാർജിൽ നിന്ന് നിങ്ങൾക്ക് ഏത് പോയിന്റുകളിൽ ഇലക്ട്രിക് ഫീൽഡ് ആണോ കാണേണ്ടത് ആ പോയിന്റിലേക്ക് വരയ്ക്കുന്ന വെക്റ്റർ, അതാണ് വെക്റ്റർ ആർ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഫങ്ഷൻ ആവാം. ഇറ്റ് മീൻസ് ദ ഫീൽഡ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ വേർ യു ആർ. നിങ്ങൾ നിൽക്കുന്ന പൊസിഷൻ അനുസരിച്ച്, ലൊക്കേഷൻ അനുസരിച്ച് സോഴ്സ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിൽ വ്യത്യാസം വരും. It varies with respect to R. Of course, in general, it can varies with respect to time. This is the idea. അതുകൊണ്ടാണ് ഇത് രണ്ടിൻ്റെയും ഫങ്ഷൻ ആവാം എന്ന് ജനറലി പറയുന്നത്. ഇനി എങ്ങനെയാണ് ടൈം ഡിപ്പെൻഡൻസ് വരുന്നത്? ടു പോസിബിലിറ്റീസ് ഫോർ ദ സിംപ്ലിസിറ്റി. ഒന്ന്, ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ടൈമിൻ്റെ ഫങ്ഷൻ ആവാം. അതായത് ഈ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സ് ചാർജ് ഉണ്ടല്ലോ, ഐ ഓൾവേസ് യൂസ്
represent the capital Q sign for source charge. അപ്പോൾ സോഴ്സ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും ഇങ്ങനെ വന്നു വിചാരിക്കുക. ഇഫ് ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ടൈം, ദ സോഴ്സ് ചാർജസ് വേരീസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അങ്ങനെയാണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഫീൽഡും സമയത്തിനനുസരിച്ച് മാറാം. Another possible way is that the source charge is not stationary if it is moving, but if it is not a function of time, സമയത്തിൻ്റെ ഫംഗ്ഷൻ ആയില്ലെങ്കിലും അത് റെസ്റ്റിൽ നിൽക്കാതെ മൂവ് ചെയ്താലും മതി, that can also produces time varying electric fields. So this is a possibility. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് രണ്ടിൻ്റെയും ഫംഗ്ഷനായിട്ട് പറയാനായിട്ട് സാധിക്കും. ഒന്ന് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ടൈം ഡിപ്പെൻഡൻ്റ് ആയതാവാം, അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് അല്ല, ടൈം ഡിപ്പെൻഡൻ്റ് അല്ല ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, പക്ഷേ അത് മൂവ് ചെയ്യുന്നത് കൊണ്ടാവാം. ഈ രണ്ട് കേസിലും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡുകൾ ടൈം ഡിപ്പെൻഡൻ്റ് ആവാം. ഞാൻ പറയുന്നത് കോൺസ്റ്റൻറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നതിൻ്റെ മാത്തമാറ്റിക്കൽ സെൻസ്, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടി. ഇഫ് ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ആർ ഓൺലി, electric field is a function of R only, then such electric fields are called constant electric field. അത്തരം ഇലക്ട്രിക് ഫീൽഡുകളെ വിളിക്കുന്ന പേരാണ് കോൺസ്റ്റൻറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളത്. സമയത്തിനനുസരിച്ച് മാറില്ല. ഫോർ എക്സാമ്പിൾ, കൺസിഡർ എ സോഴ്സ് ചാർജ് ക്യാപിറ്റൽ Q വിച്ച് ഈസ് അറ്റ് റെസ്റ്റ്. ഒരു ഗിവൺ ലൊക്കേഷനിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. It is 1/4πε0 capital Q upon R square, where R is the distance from the source charge to a point where the field is to be measured. The potential due to a dipole which is at rest, 1/4πε0 2p by R cube for the axial and for the equatorial. All of you know this. That's the constant electric field. It does not varies with respect to time, because the source charge is not varies with respect to time, and also the source charge is not moving, they are at rest. So due to these two reasons, it is independent of time, and such fields are called constant electric field. It is a function of R only. Suppose that the electric field is independent of both R and T. ടൈമിൻ്റെയും ഫംഗ്ഷൻ അല്ല, പൊസിഷൻ്റെയും ഫംഗ്ഷൻ അല്ല എന്ന് കരുതുക. സോ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഡസൻറ്റ് മാറ്റർ. ഇറ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ആർ, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടി. അങ്ങനെയെങ്കിൽ സച്ച് ഇലക്ട്രിക് ഫീൽഡ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ടി ആൻഡ് ആർ, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ദിസ് ഈസ് കോൾഡ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ദിസ് ഇസ് ഐഡിയ. അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ടൈം ഇൻഡിപെൻഡൻസ് മാത്രം പോരാ, പൊസിഷൻ ഇൻഡിപെൻഡൻസും കൂടെ വേണം. അപ്പോഴാണ് യൂണിഫോം ആവുന്നത്. ഇറ്റ് മീൻസ് എവ്രിവെയർ ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൺസ്റ്റൻറ്റ്. എവ്രിവെയർ ഇൻ ദിസ് റീജിയൻ. അതിപ്പോൾ എല്ലായിടത്തും എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല. ഒരു ഗിവൺ സ്പേസിൽ, ഒരു റീജിയൻ ഓഫ് സ്പേസിൽ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഇനഫ്. ഇൻ ദാറ്റ് റീജിയൻ ഓഫ് സ്പേസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് യൂണിഫോം. അറ്റ് ഈച്ച് ആൻഡ് എവ്രി പോയിന്റ് ഇൻ ദിസ് റീജിയൻ ഫീൽഡ് ഈസ് കോൺസ്റ്റൻറ്റ് and also uniform. ടൈമിൻ്റെ ഫംഗ്ഷനും അല്ല, പൊസിഷൻ്റെ ഫംഗ്ഷനും അല്ല. Okay. The best example for uniform electric field is that the field produced by an infinitely long or distributed charged plane sheet. ഈ ഒരു ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റ് കൺസിഡർ ചെയ്യാം, ഓഫ് ഇൻഫിനിറ്റ് സർഫസ് ഏരിയ ആൻഡ് ഫൈനൈറ്റ് സർഫസ് ചാർജ് ഡെൻസിറ്റി. സോ അറ്റ് എ ഗിവൺ ലൊക്കേഷൻ ഈ ഡിസ്ട്രിബ്യൂഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് എന്തായിരിക്കും? യൂണിഫോം ആയിരിക്കും. ഓക്കെ. Or you can assume that two charged plates of opposite surface charge density, one is positive, another one is negative, and the region between the space of the charged plates can be considered as or approximated as a uniform electric field. It does not varies with respect to time because charge does not varies. Charging ചെയ്തിരിക്കുന്ന പ്ലേറ്റുകൾ എന്തായിരിക്കരുത്? ടൈം ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഉപയോഗിച്ച് ചാർജ് ചെയ്യരുത്. രണ്ടാമത്തത് അത് മൂവ് ചെയ്യരുത്. ആൻഡ് ദിസ് ഇസ് ഐഡിയ ഓഫ് കോൺസ്റ്റൻറ്റ് ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ ഈ പ്രോബ്ലങ്ങളൊക്കെ കാണുമ്പം കൃത്യമായി മനസ്സിലാക്കണം. ഫീൽഡ് എന്നുള്ളത്
കുറച്ചുകൂടെ ക്ലിയർ ആയി എന്ന് മനസ്സിലാക്കുന്നു. ഇലക്ട്രിക് ഫീൽഡിൻ്റെ റീസൺ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആവാം, യൂണിഫോം ആവാം. അതെങ്ങനെയാണ് അതിൻ്റെ കൺസെപ്ച്വൽ ഐഡിയ എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഹിയർ ഈസ് എ പ്രോബ്ലം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോൺസ്റ്റൻ്റ് ഇലക്ട്രിക് ഫീൽഡ്? യു ഹാവ് 5 ഓപ്ഷൻസ്. ഏതൊക്കെയായിരിക്കാം കോൺസ്റ്റൻ്റ് ഇലക്ട്രിക് ഫീൽഡുകളാവുന്നത്? ദ ബെസ്റ്റ് വേ ടു ഫൈൻഡ് ഔട്ട് constant electric field is you just check that whether the expression contains time dependence or not. Electric field time inde function ആണോ അല്ലയോ എന്ന് മാത്രം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. In the first option E equal to R cos phi into R cap, it does not depends on time, so this can be a constant electric field. But in the second case you can see R cos omega t R cap, cos omega t time dependence വന്നു, ടൈമിനനുസരിച്ച് മാറുന്നുണ്ട് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇത് പോസിബിൾ അല്ല, ഇത് കോൺസ്റ്റൻ്റ് ഇലക്ട്രിക് ഫീൽഡ് അല്ല. തേർഡ് വൺ, വാട്ട് അബൌട്ട് തേർഡ് വൺ? ആർ ടി ഇൻറ്റു ആർ ക്യാപ്, ടി ടൈം ഡിപ്പെൻഡൻസ് വന്നു, സോ ദിസ് ഇസ് നോട്ട് എ കോൺസ്റ്റൻ്റ് ഇലക്ട്രിക് ഫീൽഡ്. സി ടി ഇൻറ്റു ആർ ക്യാപ്, അഗെയിൻ ടൈം ഡിപ്പെൻഡൻസ് വന്നു, ദിസ് ഇസ് നോട്ട് സപ്പോസ് ടു ബി എ കോൺസ്റ്റൻ്റ് ഇലക്ട്രിക് ഫീൽഡ്. ബട്ട് ഇൻ ഫിഫ്ത്ത് വൺ, സി ആർ ക്യാപ് ഡസ് നോട്ട് കണ്ടെയ്ൻസ് ടി, സോ ദിസ് ഇസ് എ കോൺസ്റ്റൻ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഇ is equal to theta r cap does not contains t, therefore this is also a constant electric field. So these are the, out of these 6 representations of electric fields, only 3 things are constant electric fields. First one, fifth one and sixth one. Okay, അപ്പോൾ നമുക്ക് കോൺസ്റ്റന്റ് ഇലക്ട്രിക് ഫീൽഡ് ആണോ അല്ലയോ എന്നുള്ളത് ഇങ്ങനെ നമുക്ക് നോക്കി മനസ്സിലാക്കാമെന്ന് കരുതുക. So this is the idea of constant electric field. Hope it is clear. Move to the next idea, that electrostatic field. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളൊരു വാക്കാണ്. അതിൽ ഒരു വാക്കും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്ത് പ്ലഗ് ചെയ്ത് പറയുകയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്. പേരിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്, സംതിങ് ഇസ് സ്റ്റാറ്റിക്. ഇവിടുത്തെ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്നത് ഫീൽഡ് തന്നെയാണ്. അതിന് കാരണം സ്റ്റാറ്റിക് ആയിട്ടുള്ള ചാർജ് ആയിരിക്കാം. അപ്പോൾ മനസ്സിലാക്കുക, ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ അതിന് കൃത്യമായ കൺസെപ്ച്വൽ ഐഡിയ തന്നെ ഉണ്ട്. ഓരോന്നോരോന്നായിട്ട് പറയാം. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്സ് produced due to stationary charges or time independent source of electric charges. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു സ്റ്റേഷനറി ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ടൈം ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ഓഫ് ഇലക്ട്രിക് ചാർജ്, അതായത് ക്യൂ ഓഫ് ടി ആവരുത്, ചാർജ് ടൈമിൻ്റെ ഫംഗ്ഷൻ അല്ല, അങ്ങനെയുള്ള ആളുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇലക്ട്രോ ഡൈനാമിക്സ് പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കുക ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. ഡൈനാമിക്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ സ്റ്റാറ്റിക്സ് ആണ് പഠിക്കുക. ആ സ്റ്റാറ്റിക്സ്, അതായത് ചാർജ് റെസ്റ്റിലിരിക്കുന്ന സിറ്റുവേഷൻ, അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന, അപ്പോൾ ചാർജ് റെസ്റ്റിലാണ്, അല്ല നമ്മുടെ ഇലക്ട്രിക് ഡൈപോൾ റെസ്റ്റിലാണ്, നമ്മുടെ കോൺഫിഗറേഷൻ ചാർജ് കോൺഫിഗറേഷൻ റെസ്റ്റിലാണ്, ഡസൻറ്റ് മാറ്റർ. അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡുകൾ എന്തായിരിക്കും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡുകളായിരിക്കും. ഒരു ടൈം ഡിപ്പെൻഡൻസ് ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ടൈം ഡിപ്പെൻഡ് അല്ലാത്ത സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ചാർജുകളും അതും ഈ കാറ്റഗറിയിൽ തന്നെ പെടുത്താവുന്നതാണ്. ഇവരെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് എ പെക്യുലാരിറ്റി ഓഫ് ദിസ്? എന്താ അപ്പോൾ ഇതിന് ഇത്രയും മാത്രം പ്രത്യേകതയുള്ളത്? ഓഫ് കോഴ്സ് ഇറ്റ് ഹാസ് പെക്യുലാരിറ്റി ആൻഡ് ഇസ് ദ ഫോളോയിങ്. ഫസ്റ്റ് വൺ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇസ് എ കൺസർവേറ്റീവ് ഫീൽഡ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡാണ് കൺസർവേറ്റീവ് ആയിട്ടുള്ളത്. ഇലക്ട്രിക് ഫീൽഡ് ഇസ് എ കൺസർവേറ്റീവ് ഫീൽഡ് എന്ന് പറയുന്നത് ആക്ച്വലി ദ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് പാർഷ്യലി ട്രൂ. ഇലക്ട്രിക് ഫീൽഡ് ആർ നോട്ട് ജനറലി കൺസർവേറ്റീവ്. അല്ല, ഇലക്ട്രിക് ഫീൽഡ് ജനറലി കൺസർവേറ്റീവ് അല്ല. എന്നാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡുകൾ മാത്രം, അതായത് സ്റ്റേഷനറി ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡുകൾ മാത്രമാണ് കൺസർവേറ്റീവ് ഫീൽഡായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഹോപ്പ് യു നോ ദ ഐഡിയ ഓഫ് കൺസർവേറ്റീവ് ഫീൽഡ്. വർക്ക് ഡണ്ണിൻ്റെ ടേംസിലാണ് കൺസർവേഷനൊക്കെ പറയാറുള്ളത്. വർക്ക് ഡൺ ബൈ ദിസ് ഫീൽഡ് ഓർ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ദിസ് ഫീൽഡ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പാത്ത് എന്നുള്ള പല രീതിയിൽ നമുക്കത് പറയാം. അതാണ് കൺസർവേറ്റീവ് ഫീൽഡാണെന്ന് പറയുന്നതിനുള്ള അർത്ഥം. ദ സെക്കൻഡ് പോയിന്റ് ഇസ് ദാറ്റ് ഇറ്റ് ഈസ് കേൾ ഫ്രീ. കേൾ ഫ്രീ ആണ്.
The curl of electrostatic field is 0. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. Generally, the curl of electric field is not 0. You know the Maxwell's equation. Del cross E is equal to minus dou B by dou T. The right hand side is not 0. But here you can see del cross E is equal to 0, and this is only for electrostatic field. And what is the consequence of this? It is curl free. ഇത് നമ്മൾ പ്ലസ് ടുവിലേ പഠിക്കുന്ന ഒരു ഐഡിയ ഉണ്ട്. എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്സ് നെവർ ഫോം ക്ലോസ്ഡ് ലൂപ്സ്. ബട്ട് സം പ്രശ്നം കാരണം നമ്മളെല്ലാവരും എഴുതാറുള്ളത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഫോം ക്ലോസ് ലൂപ്സ് എന്നാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസുകൾ ഒരിക്കലും ക്ലോസ് ലൂപ്സ് ഉണ്ടാക്കില്ല. ഇറ്റ് ഓൾവേസ് സ്റ്റാർട്ട്സ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ്സ് ഓൺ നെഗറ്റീവ് ചാർജ്. നമ്മൾ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ കൃത്യമായി മനസ്സിലാക്കൂ, ഇലക്ട്രിക് ഫീൽഡിനെ പറ്റിയിട്ടല്ല സത്യത്തിൽ നമ്മളത് പറയേണ്ടത്. കൃത്യമായി സ്പെസിഫിക് ആയി പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻസ്, ഇറ്റ് മീൻസ് ദ ഫീൽഡ് ലൈൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്റ്റാറ്റിക് ചാർജ്, അതൊരിക്കലും ക്ലോസ് ലൂപ്സ് ഉണ്ടാക്കില്ല. And that idea comes from the fact that electrostatic field lines are conservative, which is mathematically represented as del cross E equals 0. And how can I represent this in integral form or in some other way? You can define like this. ഇങ്ങനെ രീതിയിലും പറയാം. Integral A to B E dot dl. What is this? This is the line integral of electric field from one point to another point, from A to B. ഒരു പോയിന്റ് എയിൽ നിന്ന് മറ്റൊരു പോയിന്റ് ബിയിലേക്ക് നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡിനെ ഒരു ലൈൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ആൻഡ് ദാറ്റ് ലൈൻ ഇൻ്റഗ്രൽ is independent of the path. നിങ്ങൾക്ക് അറിയുന്ന കൺസെപ്റ്റാണ്. പാത്ത് ഡിപ്പെൻഡൻ്റ് അല്ല. ആൻഡ് ദിസ് പ്രോപ്പർട്ടി ഈസ് ഓൾസോ ട്രൂ ഫോർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഓൺലി. അപ്പം ഇതിനെപ്പറ്റി ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ ഇനി മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പ്രോപ്പർട്ടി അത് കേൾ ഫ്രീ ആണെന്നുള്ളത്, ഈ ലൈൻ ഇൻ്റഗ്രൽ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ് എന്നുള്ളത്. വൺ മോർ പോയിന്റ്, ദാറ്റ് ദ ടോട്ടൽ ലൈൻ ഇൻ്റഗ്രൽ ഓവർ ദ ക്ലോസ്ഡ് ലൂപ്പ്, the closed line integral E dot dl, and it vanishes. ഇത് 0 ആയിരിക്കും. ഈ 4 പോയിന്റുകളും ശരിയായിട്ടുള്ളത്, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡുകൾക്കാണ്. അപ്പം ഇനി നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഇൻ്റഗ്രൽ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണെന്നോ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ 0 ആണെന്നോ പറയുന്നതിൽ തെറ്റ് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. പാർഷ്യലി ട്രൂ ആണത്. The total line integral of the electrostatic field around the closed loop is 0. The curl of electrostatic field is 0. Electrostatic fields are conservative. Electrostatic field lines never form closed loops. ഇങ്ങനെ പറഞ്ഞ് ശീലിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം ഈ പറയുന്ന പ്രോപ്പർട്ടികൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡുകൾക്ക് മാത്രമേ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൂ. Now, you can expect a question from this side. Given an electric field is represented in the Cartesian component form, and you have one more electric field representation in vector form, and check whether these are electrostatic fields or not. ഈ തന്നിരിക്കുന്ന ഫീൽഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്സ് ആണോ അല്ലയോ? കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ ഈ ഫീൽഡ്സുകൾ ഒരു സ്റ്റാറ്റിക് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണോ അല്ലയോ? ഇത് പറയുന്നത് എങ്ങനെയാണ്? ഹൗ ക്യാൻ വി പ്രൂവ് ദിസ്? ഇത് പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് റെക്റ്റാങ്കുലർ കമ്പോണൻറ്റ് ഫോമിൽ തന്നിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പല മെത്തേഡ് ഉപയോഗിക്കാം. മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള കേൾ ഫ്രീ ആണെന്ന് പ്രൂവ് ചെയ്യാം, ലൈൻ ഇൻ്റഗ്രൽ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിച്ചാൽ മതി, അല്ലെങ്കിൽ ടോട്ടൽ ലൈൻ ഇൻ്റഗ്രൽ 0 ആണെന്ന് കാണിച്ചാൽ മതി. ഇതൊക്കെ പോസിബിലിറ്റിയാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇതെല്ലാം കാണിക്കുന്നതിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗം ഇത് കേൾ ഫ്രീ ആണെന്ന് പ്രൂവ് ചെയ്യുന്നതാണ്. അതായത് യു ജസ്റ്റ് പ്രൂവ് ദാറ്റ് del cross E equals 0. ഇത് പ്രൂവ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. ബിക്കോസ് ഓൾ ഓഫ് യു നോ ദിസ്. ഇതെങ്ങനെ ചെയ്യാമെന്നറിയാം. സോ ഇൻ ദിസ് കേസ്, ഫോർ എക്സാമ്പിൾ, ദ ഫസ്റ്റ് കേസ് del cross E എങ്ങനെ കാണാം? ഓൾ ഓഫ് യു നോ ദിസ്. ദിസ് ഇസ് എക്സ് ക്യാപ്, വൈ ക്യാപ്, സെഡ് ക്യാപ്, ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ സെഡ്. The second row consists of the partial differentiations of x, y, z. And in third row, all of you know x component, y component, z component. The x component is xy, y component is 2yz, z component is 3x
z. ഒരു k ഉണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ പുറത്ത് ഇങ്ങനെ എഴുതിയാലും മതി. സോ ദിസ് ഇസ് k. സോ ഇവാലുവേറ്റ് ദിസ് ഡിറ്റർമിനൻറ്റ്. ഇഫ് യു ഗെറ്റ് ദിസ് ഇസ് ഈക്വൽ ടു 0, നമുക്ക് അറിയാം അത് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളത്. ഇറ്റ് ഈസ് ഫ്രം all of you know from the degree classes. If it is equal to 0, then we can say that this field arises due to the electrostatic charge, a point stationary charge. അല്ല, കേൾ ഫ്രീ അല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഈ ഡിറ്റർമിനൻറ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0 ഇല്ല എങ്കിൽ you can say that this is not from a static charge. So you can expect a question like this. അപ്പം ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ആണോ എന്ന് തന്നെ ഡയറക്റ്റ് ചോദിക്കണമെന്നില്ല. ഇതൊരു സ്റ്റാറ്റിക് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിരിക്കാം ചിലപ്പോൾ ചോദ്യം വരുന്നത്. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഞാനത് ചെയ്ത് കാണിക്കുന്നില്ല, ബിക്കോസ് ദിസ് ഇസ് സിമ്പിൾ കാൽക്കുലേഷൻസ്, ഓൾ ഓഫ് യു നോ ദിസ്. സോ ഞാനിത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ടു ബോറിങ്. അപ്പം ഇങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. സോ ദിസ് ഇസ് ദ പ്രോബ്ലം. So do it, check that whether A or B is an electrostatic field എന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. Okay. Now we move to the second part, the potential. As I told, നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ലെക്ചർ എന്താണ്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽസ് ആൻഡ് ഫീൽഡ്സ് എന്നാണ്. സെക്കൻഡ് പാർട്ട് ആദ്യം പറഞ്ഞു, ഫീൽഡിനെ പറ്റി ഡിസ്കസ് ചെയ്തു. Now we move to the idea of electric potential. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ കാരണം, അത് ഒറിജിനേറ്റ് ചെയ്തതിൻ്റെ റീസൺ എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾ ഓഫ് യു നോ ദ ഡെഫിനിഷൻ ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. For a given point, electric potential is defined as it is the work done in bringing a unit positive charge from infinity to that point എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. എങ്ങനെയാണ് ഇത് വരുന്നത്? എങ്ങനെയാണ് ഇൻഫിനിറ്റി വരുന്നത്? അല്ലെങ്കിൽ ഈ ഒരു സ്കേലാർ ഫംഗ്ഷൻ്റെ ആവശ്യം എന്താണ് എന്നുള്ളതിനൊക്കെ കൃത്യമായ കാരണങ്ങളുണ്ട്. നമുക്ക് ചെറുതായിട്ട് അതിലൂടെയൊക്കെ ഒന്ന് പോയി നോക്കാം. നോക്കൂ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ശരിക്കും ഈ വാക്കിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നല്ല ഇത് എഴുതേണ്ടത്. ദിസ് ഷുഡ് ബി റീഡ് ആസ്, ഇത് എഴുതേണ്ടത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. കാരണം ഇതാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ? ഇതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? നോക്കൂ, ഇലക്ട്രിക് ഫീൽഡിനെ പറ്റി ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് അറൈസ് ചെയ്യാനുള്ള കാരണം സ്റ്റാറ്റിക് ചാർജാണ്. ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു ലൈൻ ഇൻറ്റഗ്രൽ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ, അതിൻ്റെ കൂടെ തന്നെയുള്ളൊരു പോയിൻ്റാണ്, ഞാനത് എംഫസൈസ് ചെയ്യാൻ മറന്നു. It is independent of the path. The line integral is independent of the path, but it depends on initial and final positions. അത് ആകെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇനീഷ്യൽ പൊസിഷനെയും ഫൈനൽ പൊസിഷനെയും മാത്രമായിരിക്കും. ഫോർ എക്സാമ്പിൾ, യു ആർ ഇൻറ്റഗ്രേറ്റിംഗ് ദ ഇലക്ട്രിക് ഫീൽഡ് അലോങ് എ ലൈൻ ഫ്രം എ ടു ബി. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ ലൈൻ, ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എ ആൻഡ് ബി. എനെയും ബിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്കേലാർ വേരിയബിൾ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക ആ ലൈൻ ഇൻറ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനൊരു പ്രത്യേകത ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിനുണ്ട്. അപ്പോൾ അങ്ങനൊരു പ്രത്യേകത ഉള്ള സ്ഥിതിക്ക് ഫൈനൽ പോയിൻറ്റ്സുകളെ അല്ലെങ്കിൽ ഇനീഷ്യൽ പോയിൻറ്റ്സിനെയും ഫൈനൽ പോയിൻറ്റ്സിനെയും മാത്രം ഡിഫൈൻ ചെയ്യപ്പെടുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൽ നിന്ന് നമുക്ക് ഡിഫൈൻ ചെയ്തെടുക്കാൻ സാധിക്കും. കാരണം ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡുകൾക്ക് മാത്രമുള്ള പ്രോപ്പർട്ടിയാണ് ലൈൻ ഇൻറ്റഗ്രൽ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല എന്നുള്ളത്. അപ്പം പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതും ഇനീഷ്യൽ പോയിൻറ്റിനെയും ഫൈനൽ പോയിൻറ്റിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുമായ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈ ലൈൻ ഇൻറ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്താൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് വി ഡിഫൈൻ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി യൂസിങ് ദിസ് ഐഡിയ ആൻഡ് ഇസ് ദ ഫോളോയിങ്. Since the electrostatic field is a conservative field, then the line integral is independent of the path. Hence, we can define a function like this. V of r is defined as negative of integral from r to small r e dot dl. All of you know, ഈ ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ലൈൻ ഇൻറ്റഗ്രൽ ആണ്. ഇലക്ട്രിക് ഫീൽഡിനെയാണ് ലൈൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഒരു ആർ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഐ കോൾ ഇറ്റ് ആസ് എ റെഫറൻസ് പോയിന്റ്. അതാണ് ക്യാപിറ്റൽ ആർ എന്ന് ഞാൻ ഡിനോട്ട് ചെയ്തത്. ക്യാപിറ്റൽ ആറിൽ നിന്നും സ്മോൾ ലെറ്റർ ആറിലേക്ക്, വേർ സ്മോൾ ലെറ്റർ ആർ ഈസ് ദ ഫൈനൽ പൊസിഷൻ.
നിങ്ങൾ എവിടെയാണോ ആയിരിക്കുന്നത് ആ ലൊക്കേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വേരിയബിളാണ് സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ ഈ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഈ ഫംഗ്ഷൻ അതൊരു സ്കേലാർ ആയിരിക്കും. കാരണം നിങ്ങൾക്കറിയാം ഇ ഡോട്ട് ഡി എൽ ഇവാലുവേറ്റ് ചെയ്താൽ ഒരു സ്കേലാർ ഫംഗ്ഷനാണ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുക. ഇയും ഡി എല്ലും വെക്ടേഴ്സ് ആണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. സോ യു വിൽ ഗെറ്റ് എ സ്കേലാർ ഫംഗ്ഷൻ ആൻഡ് ദാറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ സ്മോൾ ലെറ്റർ ആർ ഓൺലി. സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻ വരും അത് ക്യാപിറ്റൽ ആറിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യേണ്ടതെന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഈ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് റെഫറൻസ് പോയിന്റ് ആണ്. സോ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് റെഫറൻസ് പോയിന്റ് ഈ സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്ന ലൊക്കേഷനിലുള്ള പൊട്ടൻഷ്യൽ ആണ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? അത് ഫൈനൽ പൊസിഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ഇനീഷ്യൽ പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ബിക്കോസ് വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ദ ഫൈനൽ ലൊക്കേഷൻ വിത്ത് റെസ്പെക്ട് ടു ദ റെഫറൻസ് പോയിന്റ്. അതാണ് ആർ എന്ന് പറയുന്നത്. ഐ ജനറലി ടേക്കൺ ഇറ്റ് ആസ് ആർ, ദ റെഫറൻസ് പോയിന്റ്, capital R. Okay, so you can see that here capital R is some standard reference point. And what is the importance of V of R, the scalar function? It is depends only on small letter r, and also it does not depends on ഈ capital R എന്നുള്ള ലൊക്കേഷനിൽ നിന്ന് സ്മോൾ ആർ എന്നുള്ള ലൊക്കേഷനിലേക്ക് വന്ന ആ വഴിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് എങ്ങനെ കൊണ്ടുവന്നാലും നോ പ്രോബ്ലം, ബിക്കോസ് വി ആർ ഡിസ്കസിങ് വിത്ത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്. And this physical quantity is termed as electrostatic potential. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഈ എഴുതിയിരിക്കുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിൻ്റെ ഫിസിക്കൽ മീനിങ് എന്താണ്, പർപ്പസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഈ സ്റ്റാറ്റിക് ഫീൽഡ് കൺസർവേറ്റീവ് ആയതുകൊണ്ട്, പാത്ത് ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഫൈനൽ പൊസിഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്കേലാർ ഫംഗ്ഷൻ അതിൽ നിന്നും ഡിഫൈൻ ചെയ്തെടുത്തു ബൈ യൂസിങ് സം ഇൻറ്റഗ്രൽ. But this is not a mathematics, this is physics. It has physical life. ജീവനുണ്ട്. ഫിസിക്സും മാത്സും തമ്മിലുള്ളൊരു പ്രധാന കമ്പാരിസൺ ഇതാണ്. ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ള ഈ ഇൻ്റഗ്രൽ അതിന് കൃത്യമായിട്ടുള്ളൊരു ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. വാട്ട് ഇറ്റ് ഈസ്, അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ദ റെഫറൻസ് പോയിന്റ് ടു ദ പോയിന്റ് ആർ. നിങ്ങൾ ആലോചിക്കൂ, ഒരു റെഫറൻസ് പോയിന്റിൽ നിന്നും ആർ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് ഒരു ക്യൂ ചാർജിനെ നിങ്ങൾ മൂവ് ചെയ്യിപ്പിച്ചു എന്ന് കരുതുക. വാട്ട് ഈസ് ദ വർക്ക് ഡൺ നീഡഡ്? ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ക്യാപിറ്റൽ ആർ ടു സ്മോൾ ആർ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദിസ് ഇസ് ഈക്വൽ ടു ക്യൂ ഇ ഡോട്ട് ഡി എൽ. സോ ദിസ് ഇസ് ദ ഫോഴ്സ്, ടേക്ക് ദ ഡോട്ട് പ്രൊഡക്റ്റ് ഡി എൽ. ഏത് പാത്തിലൂടെ കൊണ്ടുവന്നോട്ടെ, ഡസൻറ്റ് മാറ്റർ. സോ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന ലൊക്കേഷനിൽ നിന്ന് സ്മോൾ ലെറ്റർ ആർ എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്ക് നമ്മളൊരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ മൂവ് ചെയ്യിക്കുന്നു, ക്യൂ ചാർജിനെ മൂവ് ചെയ്യിക്കുന്നു. അതിനാവശ്യമായ വർക്ക് എത്രയാണ്? ഫോഴ്സ് ഡോട്ട് എഫ് ഡോട്ട് ഡി എൽ ആണ് ചെയ്യേണ്ടത്. ഫോഴ്സിന് ഞാൻ ഡയറക്റ്റ് ക്യൂ ഇ ഡോട്ട് ഡി എൽ എന്ന് ചെയ്യുന്നു, ആറിന്ന് സ്മോൾ ലെറ്റർ ആറിലേക്ക് കൊണ്ടുവരുന്നു. റിമെമ്പർ ദാറ്റ് ഈ വർക്ക് ഡൺ നമ്മൾ ഫീൽഡിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ചെയ്യണമെന്ന് വിചാരിക്കാം. ദെർഫോർ എ മൈനസ് സൈൻ. നമ്മൾ ഈ വർക്ക് ഡൺ ചെയ്തത് ഈ ക്യൂ ചാർജിനെ ഒരു ആർ എന്ന് പറയുന്ന ലൊക്കേഷനിൽ നിന്ന് സ്മോൾ ലെറ്റർ ആർ എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്ക് കൊണ്ടുവന്നത് ഫീൽഡിന് എഗെയിൻസ്റ്റ് ആയിട്ടാണെന്ന് വിചാരിക്കുക. ആൻഡ് ദെർഫോർ ദ വർക്ക് ഡൺ ഇസ് ഡൺ അഗെയിൻസ്റ്റ് ദ ഫീൽഡ്, അഗെയിൻസ്റ്റ് ദ ഫോഴ്സ്. ദാറ്റ്സ് വൈ നെഗറ്റീവ് സൈൻ. അപ്പോൾ ഇത് ക്യൂ ചാർജിനെ കൊണ്ടുവരാൻ ആവശ്യമായ വർക്കാണല്ലോ. വാട്ട് ഈസ് ദ വർക്ക് നീഡഡ് ടു ബ്രിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ക്യാപിറ്റൽ ആർ ടു സ്മോൾ ആർ? ക്യാപിറ്റൽ ആറിൽ നിന്ന് സ്മോൾ ആറിലേക്ക് നമ്മളൊരു യൂണിറ്റ് ചാർജിനെ കൊണ്ടുവരാൻ ആവശ്യമായ വർക്ക് എത്രയാണ്? എഗെയിൻസ്റ്റ് ദ ഫീൽഡ്. സോ ഇത് ക്യൂ ചാർജിനെ കൊണ്ടുവരാൻ ആവശ്യമായ വർക്കായതുകൊണ്ട് +1 കൂളുമ്പിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോൾ ഓഫ് ക്യൂ ഗെറ്റ്സ് ക്യാൻസൽ. യു വിൽ ഗെറ്റ് ഇൻറ്റഗ്രൽ ആർ ടു സ്മോൾ ആർ ഇ ഡോട്ട് ഡി എൽ. ഓഫ് കോഴ്സ് ദർ ഈസ് എ മൈനസ് സൈൻ. And minus sign represents that you are doing work against the field. And this is the idea. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, the definition of electric potential ആയിട്ടുള്ളത്. It is the work done in bringing a unit charge, positive charge, from one reference point to the given point against the electrostatic field. നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ വർക്ക് ഡൺ ചെയ്തിട്ടുള്ളത്. And one more point to emphasize is that during this work done, the charged particle is not accelerating. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. പല ടെക്സ്റ്റ് ബുക്കുകളിലും അല്ലെങ്കിൽ പല ക്ലാസ്സുകളിലും ആ ഒരു പോയിന്റ് മിസ് ചെയ്യാറുണ്ട്.
ചാർജ്ഡ് പാർട്ടിക്കിളിനെ ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് കൊണ്ടുവരുന്നത് ആക്സിലറേറ്റ് ചെയ്യാതെയാണ്. കാരണം ഇഫ് ഇറ്റ് ഈസ് ആക്സിലറേറ്റഡ് ദർ ഈസ് എ ചാൻസ് ഓഫ് ദ പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ്. സോ ദ സിസ്റ്റം, ദ തിങ്സ് വിൽ ബി മോർ കോംപ്ലിക്കേറ്റഡ്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അതല്ല. ഈ ചാർജ്ഡ് പാർട്ടിക്കിളിനെ ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് നമ്മൾ ആക്സലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെയ്ത വർക്ക് ഡൺ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആയിട്ട് മാറും. ഈ കൊണ്ടുവരാൻ ആവശ്യമായി ചെയ്ത വർക്ക് ഡൺ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഇവാലുവേറ്റ് ചെയ്യാൻ സാധ്യമല്ലാതെയാകും. Immediately one can ask a question like this: so why it is done against the electrostatic field? അതിന് കാരണം ഒരു കൺസർവേറ്റീവ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് പൊട്ടൻഷ്യൽ എനർജി അതിനകത്ത് സ്റ്റോർ ചെയ്യുന്നതായി നമ്മൾ കൺവെൻഷനലി എടുക്കുന്നത്. ഒന്നുകൂടി പറയാം. കൺസർവേറ്റീവ് ഫോഴ്സിന് എഗെയിൻസ്റ്റായി അല്ലെങ്കിൽ കൺസർവേറ്റീവ് ഫീൽഡിന് എഗെയിൻസ്റ്റായി വർക്ക് ചെയ്യുമ്പോഴാണ് ആ വർക്ക് ഡൺ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ വർക്ക് ഡൺ നടത്തുന്ന സമയത്ത് ആക്സലറേറ്റ് ചെയ്യാൻ പാടില്ല. അതൊരു ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ കേസിൽ ഡിഫൈൻ ചെയ്യുന്ന കേസാണെങ്കിലും ഇപ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് മാസിനെയാണ് കൊണ്ടുവരുന്നത്. ഫ്രം റെഫറൻസ് പോയിന്റ് ടു ദ ഗിവൺ പോയിന്റ്, ദ സെയിം ഡെഫിനേഷൻ. യൂണിറ്റ് മാസിനെ കൊണ്ടുവരുന്നു ഇൻസ്റ്റെഡ് ഓഫ് എ യൂണിറ്റ് ചാർജ്. ഡ്യൂറിങ് ദാറ്റ് സിറ്റുവേഷൻ ഓൾസോ ദ മാസ് ഷുഡ് നോട്ട് ആക്സലറേറ്റ്. അത് ആക്സലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കൊണ്ടുവരാൻ ചെയ്ത വർക്ക് ഡൺ കൈനറ്റിക് എനർജി ആയിട്ടാവും മാറുക. നമ്മൾക്ക് വേണ്ടത് ഇത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറി എന്ന് പറയാനാണ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യലായിട്ട് കൺവേർട്ട് ചെയ്തു, സ്റ്റോർ ചെയ്തു എന്ന് പറയാനാണ്. ഇൻ സച്ച് കേസ് ഇത് കൊണ്ടുവരുമ്പോൾ ആക്സലറേറ്റ് ചെയ്യരുത്. രണ്ടാമത്, ഫീൽഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്താലേ ഈ വർക്ക് ഡൺ എന്തായിട്ട് മാറുകയുള്ളൂ, എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുള്ളൂ. If the work is done by the field, then stored energy is spended as work. അതെപ്പോഴും ശ്രദ്ധിക്കണം. ഒരു കൺസർവേറ്റീവ് ഫീൽഡാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, കൺസർവേറ്റീവ് ഫോഴ്സാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ വർക്ക് ഡൺ നടത്തിയിട്ടുള്ളത് അതിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള, ആ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജി സ്പെൻഡ് ചെയ്തതായിരിക്കും. ആൻഡ് ദിസ് ഈസ് എ കൺവെൻഷണൽ വേ. അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു മൈനസ് സൈനും കൂടെ കൊണ്ടുവരുന്നത്. സോ ഡെഫിനേഷൻ വളരെ പ്രിസൈസാണ്, വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഇറ്റ് ഈസ് ബേസിക്കലി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ ഗിവൺ ലൊക്കേഷൻ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു എ റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്? ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം എ റെഫറൻസ് പോയിന്റ് ടു ദ ഗിവൺ പോയിന്റ്. കാരണം ആ ഗിവൺ പോയിന്റിലാണ് ഇത് ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി എഗെയിൻസ്റ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് വിത്തൗട്ട് ആക്സലറേഷൻ. Okay, and this reference point, in natural way, the natural choice is that to choose infinity. Why infinity? At infinity, ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നമ്മളിവിടെ കൺസിഡർ ചെയ്താൽ ഈ ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ നിന്നും ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ ഈ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഫീൽഡ് സീറോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ പൊട്ടൻഷ്യൽ ഇല്ല എന്ന് അസ്യൂം ചെയ്യാം. There is no force, there is no field, and there is no potential at infinity. So that reference point, ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ സീറോ ആണ്. ആ പോയിന്റിൽ നിന്നാണ് നമ്മൾ ചാർജ്ഡ് പാർട്ടിക്കിളിനെ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ +1 +2 ഡെഫിനേഷൻ ടെക്സ്റ്റ് ബുക്കുകളിൽ അല്ലെങ്കിൽ നമ്മളെ ഡിഗ്രി ലെവലിലുള്ള ഡെഫിനേഷൻസിലൊക്കെ ഫ്രം ഇൻഫിനിറ്റി ടു ദ ഗിവൺ പോയിന്റ് എന്ന് കാണാൻ പറ്റുന്നത്. ഈ ഇൻഫിനിറ്റി വരുന്നത് ബേസിക്കലി ഒരു റെഫറൻസ് പോയിന്റ് ആണ്. ആ റെഫറൻസ് പോയിന്റിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ദ റെഫറൻസ് പോയിന്റ് വേർ ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് ടേക്കൺ ടു ബി സീറോ. അങ്ങനെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ സീറോ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു നാച്ചുറൽ ചോയ്സ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ് തിയററ്റിക്കലി. സോ ദാറ്റ്സ് വൈ വി ഡിഫൈൻ ഇറ്റ് ഈസ് integral infinity to r e dot dl with minus sign. അപ്പോൾ ഞാൻ ആ ഇൻഫിനിറ്റി എന്നുള്ളതിന് പകരം കുറച്ചും കൂടി അബ്സ്ട്രാക്റ്റ് ആയിട്ട് എഴുതുന്നു, ഇറ്റ് ഈസ് എ റെഫറൻസ് പോയിന്റ്. ഇൻ സം സിറ്റുവേഷൻസ് യു ക്യാൻ ചേഞ്ച് ഇറ്റ്. നിങ്ങൾക്ക് അങ്ങനെ വളരെ കൺവീനിയൻ്റ് ആയിട്ട് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് മറ്റൊരു നാച്ചുറൽ ചോയ്സ് കിട്ടുകയാണെങ്കിൽ, വേറൊരു ചോയ്സ് കിട്ടുകയാണെങ്കിൽ ചൂസ് ചെയ്യാം എ പോയിന്റ് വേർ ദ പൊട്ടൻഷ്യൽ ഇസ് സീറോ ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ദ സീറോ പൊട്ടൻഷ്യൽ ദിസ് ഇസ് ദ പൊട്ടൻഷ്യൽ അറ്റ് ദിസ് ലൊക്കേഷൻ. അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ഇതാണ് ഇതിൻ്റെ ബേസിക് ഐഡിയ. Hope it is clear. This is the idea of electric potential. Then, by using this definition, how can we say that the potential difference between two points? എങ്ങനെ നമുക്ക് potential difference define ചെയ്യാം? Say A and B are 2 points.
What is the potential difference between A and B? It is defined like this, right? V of B minus V of A. This is potential difference between A and B. V of B എങ്ങനെ എഴുതാം? It is minus integral from reference point to B E dot dl. This is much better. E dot dl plus integral the reference point to A E dot dl. അപ്പോൾ എയിലുള്ള പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ ഇതുണ്ട്, ഒരു മൈനസ് സൈൻ ഉണ്ട്, അത് ഇവിടുത്തെ ഡെഫിനിഷനിലെ മൈനസ് വെച്ച് ക്യാൻസൽ ചെയ്തതാണ്. സോ മൈനസ് ഇൻറ്റഗ്രൽ ആർ ടു ബി ഇ ഡോട്ട് ഡി എൽ, പിന്നെ ഒരു മൈനസ്, ദെൻ മൈനസ് ഇൻറ്റഗ്രൽ ആർ ടു എ ഇ ഡോട്ട് ഡി എൽ. അതാണ് ഞാനിവിടെ എഴുതിയത്. ദെൻ യു ക്യാൻ റീറൈറ്റ് ദിസ്. നോക്കൂ, ഇതിനെ നമുക്കൊന്നും കൂടി മാറ്റി എഴുതാം. നോക്കൂ, ഇവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നത് മൈനസ് ആർ ടു ബി ഇ ഡോട്ട് ഡി എൽ. ഐ ജസ്റ്റ് ചേഞ്ച് ദ ലിമിറ്റ്. ലുക്ക് അറ്റ് ദിസ് ലിമിറ്റ്സ്. ആർ ടു എ എന്നാണ് വന്നിരുന്നത്, അതിന് പകരം ഞാൻ എ ടു ആർ എന്നാക്കി. അപ്പോൾ ഇവിടെ ലിമിറ്റ് മാറ്റി, അതുകൊണ്ടാണ് ഇവിടെ ഒരു മൈനസ് സൈൻ വന്നത്. യു ക്യാൻ സി എ മൈനസ് സൈൻ ഹിയർ. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഒരു മൈനസ് സൈൻ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളതിനെ ലിമിറ്റ് ഒന്ന് മാറ്റി എഴുതി. രണ്ടിലും കോമൺ ആയിട്ട് മൈനസ് പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇൻറ്റഗ്രൽ എ ടു ആർ ഇ ഡോട്ട് ഡി എൽ പ്ലസ് ഇൻറ്റഗ്രൽ ആർ ടു ബി ഇ ഡോട്ട് ഡി എൽ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ എ മുതൽ റെഫറൻസ് പോയിന്റ് വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പ്ലസ് റെഫറൻസ് പോയിന്റിൽ നിന്ന് ബി വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു, ഒരു നെഗറ്റീവ് സൈൻ പുറത്തെടുക്കുന്നു. ആൻഡ് വാട്ട് ഇസ് ദിസ്? ബൈ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് എ ടു ബി പ്ലസ് ബി ടു സി എന്നുള്ളതിനെ നമുക്ക് എ ടു സി എന്നായിട്ട് എഴുതാനായിട്ട് സാധിക്കും. സോ യു ക്യാൻ ഡിഫൈൻ VB minus VA as, that is the potential difference between A and B, as minus integral A to B E dot dl എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഇതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ് എന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ. ആക്ച്വലി ദിസ് ഇസ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ആൻഡ് ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ്, ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷനാണ് നമ്മൾ ഡെഫിനേഷനായിട്ട് പഠിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ യൂണിറ്റ് ചാർജ് ഫ്രം വൺ പോയിന്റ്, ദാറ്റ് ഇസ് A, to another point, that is B, against electrostatic field without acceleration. Electrostatic field എന്നാണ് അവിടെ വരേണ്ടത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിന് എഗെയിൻസ്റ്റ് ആയി ആക്സലറേറ്റ് ചെയ്യാതെ ഒരു ചാർജിന് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്താൽ ആ സ്പെൻഡ് ചെയ്ത വർക്ക് ഡൺ ആണ് ആ രണ്ട് പോയിന്റിന് അക്രോസ് ആയിട്ടുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഒന്നും കൂടി സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ വർക്ക് ഡൺ ഒക്കെ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. It is only by due to the fact that electrostatic field is a conservative field. അപ്പോൾ ഇങ്ങനെയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ അറൈസ് ചെയ്യുന്നതിൻ്റെ റീസൺ. നൗ ലെറ്റ് us consider the fundamental theorem of gradients. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. The gradient of a scalar function. T is a scalar function. Take the gradient of that. Take the line integral from A to B. So del of T dot dl. That is equal to what? That is equal to integral A to B dt. ഇങ്ങനൊരു സ്കേലാർ ഫംഗ്ഷൻ എടുത്ത് നിങ്ങൾ അതിൻ്റെ ഗ്രേഡിയൻ്റ് എടുത്ത് ലൈൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇക്വലൻ്റ്ലി സെയിങ് ഇൻ്റഗ്രൽ A to B dt, and that can be written as TB minus TA, where T is a scalar function. ഇത് നമുക്ക് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഗ്രേഡിയൻസ് ആയിട്ട് പഠിക്കാനുള്ളതാണ് വെക്റ്റർ കാൽക്കുലസിൽ. അപ്പോൾ ഇതേ ഐഡിയ നമുക്ക് നമ്മുടെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിൽ കൊണ്ടുവരാം. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ കേസിൽ വി ഓഫ് ഇൻ്റഗ്രൽ എ ടു ബി ഡെൽ വി, where V is our potential, electrostatic potential, dot dl is equal to integral A to B dV, and all of you know that is equal to VB minus VA. കാരണം dV എന്നുള്ളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ V of B minus V of A എന്നാണ് കിട്ടുക. പക്ഷേ വി എഫ് ബി മൈനസ് വി എഫ് എ എന്നുള്ളതിനെ നമുക്കറിയാം മൈനസ് ഇൻറ്റഗ്രൽ എ ടു ബി ഇ ഡോട്ട് ഡി എൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷനും, സേ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2, ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡും ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സും സെയിം ആണ്. ദെർഫോർ ഇക്വേറ്റ് ഇൻ ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഓഫ് ഇക്വേഷൻ 1 and 2. എന്താ നമുക്ക് കിട്ടുക നോക്കൂ. നമുക്ക് കിട്ടുന്നത് മൈനസ് ഇൻറ്റഗ്രൽ എ ടു ബി ഇ ഡോട്ട് ഡി എൽ is equal to integral A to B del V dot dl എന്ന് കാണാൻ പറ്റും. അപ്പോൾ രണ്ട് ഇൻ്റഗ്രൽസ് ആണ്, അതിൻ്റെ ഇൻ്റഗ്രൻസുകൾ ഇക്വേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി എന്ന് കിട്ടും. ഇത് നമുക്ക് അറിയുന്ന ഇൻഫർമേഷനാണ്, ഞാൻ ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ സ്റ്റെപ്സ് കാണിച്ചു എന്ന് മാത്രം. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് കേൾ ഫ്രീ ആയതുകൊണ്ട്, കൺസർവേറ്റീവ് ഫീൽഡ് ആയതുകൊണ്ട്, ഡെൽ ക്രോസ് ഇ 0 ആയതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി ആ ഫീൽഡിനെ നമുക്ക് ഒരു നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ എന്തിനാണ് ഈ പൊട്ടൻഷ്യൽ ഡിഫൈൻ ചെയ്തത്? ഇങ്ങനെ ഒരു കൺസർവേറ്റീവ് ഫീൽഡിന് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് ഫൈനൽ പൊസിഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു
സ്കേലാർ ഫംഗ്ഷൻ എന്തിന് ഡിഫൈൻ ചെയ്തു എന്നുള്ളൊരു ക്വസ്റ്റ്യനുള്ള ഉത്തരമാണ് ഞാനിവിടെ പറയുന്നത്. അങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെയുള്ള ആ ഒരു സ്കേലാർ ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ബൈ ടേക്കിംഗ് ദ ഗ്രേഡിയൻറ്റ് ഓഫ് ദാറ്റ് സ്കേലാർ ഫംഗ്ഷൻ യു വിൽ ഗെറ്റ് ദ ഫീൽഡ്. ആ ഫീൽഡ് നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഫിസിക്സിൽ, ഇലക്ട്രോഡൈനാമിക്സിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. വൺസ് യു ഗെറ്റ് ദ പൊട്ടൻഷ്യൽ, നിങ്ങൾക്കൊരു പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ടെങ്കിൽ ആ പൊട്ടൻഷ്യലിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റും. തന്നിരിക്കുന്ന പൊട്ടൻഷ്യൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആണെങ്കിൽ ആ ഫീൽഡ് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ആയിരിക്കും, വിച്ച് ഈസ് ഗിവൺ ബൈ ദിസ് റിലേഷൻ E is equal to minus del V. Remember that this is true only for electrostatic field and the potential which is derived from electrostatic field. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിന് മാത്രമേ ഇത് ശരിയായിട്ടുള്ളൂ, അതിൽ നിന്നും ഡിറൈവ് ചെയ്ത പൊട്ടൻഷ്യലിന് മാത്രമാണ് ഇക്വേഷൻ വാലിഡ് ആയിട്ടുള്ളത്. ഇൻ ജനറൽ ദിസ് ഇസ് എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിന് ഇത് ശരിയാണ്. എന്താണ് ഇക്വേഷൻ? E is equal to minus del V minus dou A by dou T. What is A? Where A, all of you know this. A is magnetic vector potential. All of you know this. അപ്പം ജനറലി നമ്മൾ എഴുതുകയാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് മാത്രമേ കൺസർവേറ്റീവ് ആയിട്ടുള്ളൂ, അതിന് മാത്രമാണ് E equal to minus del V എന്നുള്ള ഇക്വേഷൻ വാലിഡ് ആവുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇൻ ജനറൽ ഇലക്ട്രിക് ഫീൽഡ് കൺസർവേറ്റീവ് അല്ല. അപ്പോൾ അങ്ങനെയല്ലാത്ത ഒരു നോൺ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഫീൽഡാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മൈനസ് ഡെൽ വി മൈനസ് ഡോ എ ബൈ ഡോ ടി എന്നാണ്. വേർ എ ഇസ് ദ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ. അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ചും കൂടെ ഇവിടെ ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞു കൺസർവേറ്റീവ് അല്ല എന്ന് പറഞ്ഞാൽ അത് ഡൈനാമിക് ഫീൽഡ് ആയിരിക്കാം, അതായത് ടൈം ഡിപ്പെൻഡൻസ് ഒക്കെ വരാം. അപ്പോൾ അതിന് കാരണം മറ്റേതെങ്കിലും ഫീൽഡ് ആയിരിക്കും, എസ്പെഷ്യലി ദ മാഗ്നറ്റിക് ഫീൽഡ് വേരിയേഷൻസ്, അതുകൊണ്ടും ഫീൽഡ് ഉണ്ടാവാം. അപ്പോൾ അതിൻ്റെ കോൺട്രിബ്യൂഷനും കൂടെ കൺസിഡർ ചെയ്യണം. സോ ഇൻ അഡീഷൻ ടു ദിസ് വി you should consider the contribution from the magnetic field which is given by the relation dou A by dou T, where A is the magnetic vector potential. അപ്പോൾ എന്തിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഈ കാര്യത്തെ കൊണ്ടുവന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. നോട്ടീസ് ദാറ്റ് the definition of electrostatic potential is very crucial for electrostatic field. അതിന് മാത്രമാണത് ശരിയായിട്ടുള്ളത്. If the line integral of electric field does not ഡിപ്പെൻഡ് ഓൺ ദ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ മാത്രമാണ് ആ ഡെഫിനിഷൻ എന്ന് പറയുന്ന വി എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ സെൻസിബിൾ ആവുന്നത്. അതർവൈസ് ഇറ്റ് ഈസ് എ നോൺ സെൻസ്. അപ്പോൾ പ്രത്യേകം മനസ്സിലാക്കിക്കോളൂ, നമ്മൾ പൊട്ടൻഷ്യൽ എന്നൊക്കെ പറഞ്ഞ് കേമമായി പഠിക്കുന്നുണ്ടെങ്കിൽ പഠിക്കുന്ന ആ ഭാഗം അത് ശരിക്കും സെൻസിബിൾ ആവുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡുകൾക്കാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ടാണ് നമുക്കങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇഫ് ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ പാത്ത് ഡിപ്പെൻഡൻ്റ് ആയിരുന്നുവെങ്കിൽ എന്താ പ്രശ്നം? നിങ്ങൾക്ക് ഈ റെഫറൻസ് പോയിന്റിൽ നിന്ന് ഗിവൺ പോയിന്റിലേക്ക് പല പാത്തിലൂടെ കൊണ്ടുവരാം. അപ്പോൾ ഒരു ഫൈനൽ ലൊക്കേഷനിൽ നിങ്ങൾക്ക് പല പൊട്ടൻഷ്യൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. പാത്ത് ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ടാണ് റെഫറൻസ് പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം നിങ്ങൾ അതിനെപ്പറ്റി മൈൻഡ് ചെയ്യാത്തത്. കാരണം വാട്ട് എവർ ബി ദ പാത്ത്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫൈനൽ പൊസിഷൻ ഓൺലി. That is the idea. So remember it very well. Okay, so let us do a Laplace equations and Poisson's equations. ഇത് അറൈസ് ചെയ്യുന്നതിനുള്ള റീസൺ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ലാപ്ലേസ് ഇക്വേഷൻസ് ആൻഡ് പോയ്സൺസ്? ഐ ജസ്റ്റ് കണക്റ്റിംഗ് ലാപ്ലേസ് ആൻഡ് പോയ്സൺസ് ഇക്വേഷൻ. ഓൾ ഓഫ് യു നോ ദാറ്റ് നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിന് നമുക്ക് E is equal to minus del V എന്ന് എഴുതാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ദിസ് ഇസ് ഓൺലി ഫോർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്. ആൻഡ് വി ഹാവ് ഗോസ് തിയറം നമുക്കുണ്ട്. ഗോസ് തിയറം നമുക്കറിയുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ്, ഡൈവേർജൻറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ ഡിഫറൻഷ്യൽ നൊട്ടേഷൻ. ഡൈവേർജൻറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് റോ ബൈ എപ്സിലോൺ സർ. ഇതാണ് നമ്മുടെ ഗോസ് തിയറം എന്ന് പറയുന്നത്. സോ നമ്മുടെ ഗോസ് തിയറം ഇസ് വാലിഡ് ഫോർ എനി ഇലക്ട്രിക് ഫീൽഡ്, അത് പ്രശ്നമില്ല. അത് വേറൊരു കൺസെപ്റ്റിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു
ലോയാണ് ഗോസ് തിയറം അല്ലെങ്കിൽ ഗോസ് ലോ എന്ന് പറയുന്നത്. അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമ്മൾ എഴുതിയത് ഡെൽ ഡോട്ട് ഈക്വൽ റോ ബൈ എപ്സിലോൺ സീറോ എന്ന് പറയുന്നത്. ഇനി ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫീൽഡ് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ആണെങ്കിൽ, ഈ ഗോസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇവിടെ പറയുന്ന ഫീൽഡ് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ആണെങ്കിൽ ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിന് ഇക്ക് പകരം നമ്മൾ ഡെൽ വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, വെറുതെ അങ്ങോട്ട് കൊടുക്കുകയല്ല. ഇഫ് ദ ഫീൽഡ് ഇസ് സ്റ്റാറ്റിക് produced by a static charge, then I can substitute E equal to minus del V in the equation of del dot E equal to rho by epsilon 0. So we will get del dot minus del V is equal to rho by epsilon 0. All of you know del dot del V is del square V with negative sign, that is equal to rho divided by epsilon 0, or del square V is equal to minus rho by epsilon 0, and this is the Poisson's equation. ഇതാണ് നമ്മുടെ പോയ്സൺസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, പോയ്സൺസ് ഇക്വേഷൻ എന്താണ് ആക്ച്വലി റെപ്രസെൻ്റ് ചെയ്യുന്നത്? അത് പൊട്ടൻഷ്യലിനെയും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിനെയും അതിൻ്റെ സോഴ്സ് ആയിട്ടുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷനെയും കണക്ട് ചെയ്യുന്ന റിലേഷനാണ്. അപ്പം ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിനെയും അതിൻ്റെ സോഴ്സ് ആയിട്ടുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ്. ഇഫ് ദ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് സീറോ, ദർ ഇസ് നോ ചാർജ് ഡെൻസിറ്റി, then the Poisson's equation becomes del square V is equal to 0, and this is another famous differential equation in physics. This is called Laplace equation. If there is no charge density, then the del square V is of the del square of electrostatic potential is 0. ഇതാണ് നമ്മുടെ പോയ്സൺസ് ഇക്വേഷൻസ്. എനിവേ ഞാനിത് കണക്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻസും ആക്ച്വലി വാലിഡ് ആവുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽസുകൾക്കും ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലുമാണ്. കാരണം അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്കിത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവർ തമ്മിലുള്ള മ്യൂച്വൽ കണക്ഷനാണ്. ദിസ് ഇസ് നത്തിങ് ബട്ട് എ കണക്ഷൻ ബിറ്റ്വീൻ ദ സോഴ്സ് റോ, the potential and the field. If the field is a static field, electrostatic field, I can define a quantity V using this relation, and these things are connected by this equation. മനസ്സിലായോ? ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് പൊട്ടൻഷ്യലുമായിട്ട് ഉള്ള ബന്ധം നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വിയും റോയും തമ്മിൽ ഉള്ളൊരു ബന്ധം. എങ്ങനെയാണ് വിയും റോയും തമ്മിൽ ബന്ധം വരുന്നത്? Rho is the source of E and V, both E and V. രണ്ടിൻ്റെയും സോഴ്സ് എന്ന് പറയുന്നത് റോ ആണ്, ദ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. റിമെമ്പർ ദാറ്റ് വി അസ്യൂംഡ് റോ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം ആൻഡ് റോ ഈസ് അറ്റ് റെസ്റ്റ്. റോ ഈസ് അറ്റ് റെസ്റ്റ് മീൻസ് ദ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് അറ്റ് റെസ്റ്റ്. ഇറ്റ് ഡസ് നോട്ട് വേരീസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ദെൻ ഓൺലി വി ക്യാൻ കണക്ട് ഓൾ ദീസ് തിങ്സ് വിത്ത് ഈച്ച് അതർ. നമുക്കറിയുന്ന കാര്യങ്ങളാണ്. വി മൂവ് ടു എ പ്രോബ്ലം that you have a potential. നിങ്ങൾക്ക് തന്നിട്ടുണ്ടൊരു പൊട്ടൻഷ്യൽ V of r theta phi, probably in general is a function of r theta phi, is given as V0 by 2 into 3 into r minus r square by r for r less than r. V0 r by capital small r is equal is for r greater than r. നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ find out the potential. Sorry, potential is given. Find out the electric field produced by this potential. ഈ പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ഇതാണ് ചോദ്യം. ആദ്യം തന്നെ നോക്കൂ, ഈ പൊട്ടൻഷ്യൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആണോ സ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആണോ? യെസ് ഇറ്റ് ഈസ്, ബിക്കോസ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം. ഇവിടെ എവിടെയും ടൈം ഡിപ്പെൻഡൻസ് കാണുന്നില്ല. മോർ ഓവർ ദിസ് പൊട്ടൻഷ്യൽ ഹാസ് വൺ മോർ പെക്യുലാരിറ്റി ഇസ് ദാറ്റ് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ആർ. ആറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഈ ഇക്വേഷനിൽ നിങ്ങൾ നോക്കി നോക്കൂ, ഇതിന് നമുക്കൊരു തീറ്റ ഡിപ്പെൻഡൻസോ ഫൈ ഡിപ്പെൻഡൻസോ കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ബേസിക്കലി എ ഫങ്ഷൻ ഓഫ് ആർ ആണ്. ഇങ്ങനെയുള്ള പൊട്ടൻഷ്യലിനൊരു പേര് പറയും. സപ്പോസ് യു ഹാവ് എ പൊട്ടൻഷ്യൽ വിച്ച് ഈസ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ആർ, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് അതർ കോർഡിനേറ്റ്സ് ലൈക്ക് തീറ്റ ആൻഡ് ഫൈ. സച്ച് പൊട്ടൻഷ്യൽസ് ആർ കോൾഡ് സെൻട്രൽ പൊട്ടൻഷ്യൽ. അവരെ വിളിക്കുന്ന പേരാണ് സെൻട്രൽ പൊട്ടൻഷ്യൽ എന്നുള്ളത്.
അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ പൊട്ടൻഷ്യൽ ഒരു സെൻട്രൽ പൊട്ടൻഷ്യലാണ് എന്നും കൂടെ ഐഡൻറ്റിഫൈ ചെയ്യുക. സെൻട്രൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആർ ഡിപ്പെൻഡൻസ് മാത്രമാണ്. ഇറ്റ് ഈസ് സ്ഫെറിക്കലി സിമെട്രിക് ആണ്. അതുകൊണ്ടായിരിക്കാം ഈ ആർ ലെസ് ദാൻ ആർ ആർ ഗ്രേറ്റർ ദാൻ ആർ എന്നുള്ള കൺട്രിബ്യൂഷൻസ് ഒക്കെ തന്നത്. സ്ഫെറിക്കലി സിമെട്രിക് ആയിട്ടുള്ള പൊട്ടൻഷ്യലാണ്, അത് ആർ ഡിപ്പെൻഡൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനതൊന്ന് പറഞ്ഞത് മാത്രം. ഇനി എങ്ങനെ അത് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നോക്കേണ്ടത്. നമുക്കറിയാം പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ അതിൻ്റെ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് എടുക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഗ്രേഡിയൻ്റ് എടുക്കുന്ന സമയത്ത് ആക്ച്വലി ഡെൽ ഷുഡ് ബി റെപ്രസെൻറ്റഡ് ഇൻ ആർ തീറ്റ ഫൈ. പക്ഷേ ഇവിടെ ആർ തീറ്റ ഫൈലൊന്നും എഴുതേണ്ട കാര്യമില്ല, ആറിൽ മാത്രം എഴുതിയാൽ മതി. കാരണം ആർ ഡിപ്പെൻഡൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഡിപ്പെൻഡൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇക്വേഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ് ആസ് മൈനസ് ഡോ വി ഡിവൈഡഡ് ബൈ ഡോ ആർ ഇൻറ്റു ആർ ക്യാപ്. ഇത് മാത്രം ഇവാലുവേറ്റ് ചെയ്താൽ മതി, കാരണം ഇറ്റ് ഹാസ് ആർ ഡിപ്പെൻഡൻസ് ഓൺലി. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബൈ ഡോ ആർ. ആദ്യം നമുക്ക് ആർ ലെസ് ദാൻ ക്യാപിറ്റൽ ആർ ആ സിറ്റുവേഷൻ ചെയ്ത് നോക്കാം. നമുക്കറിയാം V0/2 ഇൻറ്റു 3 മൈനസ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് ഇത് ചെയ്യണം. സോ ദിസ് ഇസ് ഈക്വൽ ടു നോക്കൂ, മൈനസ് ഡോ ബൈ ഡോ ആർ. V0/2 ഈസ് കോൺസ്റ്റൻറ്റ്, 3 ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ മൈനസ് V0/2, 3നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0 എന്ന് കിട്ടും, മൈനസ് ഡോ ബൈ ഡോ ആർ ഓഫ് ആർ സ്ക്വയർ ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ. ഓൾ ഓഫ് യു നോ ദാറ്റ് 2r ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ എന്നാണ് വരിക, ഇൻറ്റു ആർ ക്യാപ്. ഓഫ് കോഴ്സ് ഇവിടെ ഒരു ആർ ക്യാപ്പും കൂടെ വേണം. അപ്പോൾ നമുക്കറിയാം മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്തിട്ട് V0 സ്മോൾ ആർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്. സോ ദിസ് ഇസ് ഇലക്ട്രിക് ഫീൽഡ് ഇഫ് ആർ is less than capital R. R less than capital R ആവുന്ന സമയത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ് കിട്ടുക. ജസ്റ്റ് പൊട്ടൻഷ്യൽ തന്നു, അതിൻ്റെ ഗ്രേഡിയൻറ്റ് കണ്ടുപിടിച്ച്, നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് കണ്ടുപിടിച്ച് ഫീൽഡ് എത്രയെന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു. ആർ ഡിപ്പെൻഡൻസ് ആയതുകൊണ്ടാണ് മറ്റ് കോർഡിനേറ്റുകളെ മുഴുവനും നമ്മൾ അവോയ്ഡ് ചെയ്തത്. ഇനി മറ്റേ ഫീൽഡ് ആർ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ആർ ആവുന്ന സമയത്തുള്ള സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ എഴുതാം. ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ വി ഡിവൈഡഡ് ബൈ ഡോ ആർ ഇൻറ്റു ആർ ക്യാപ്പ് ആണ്. ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ഡോ ബൈ ഡോ ആർ ഓഫ് വാട്ട് ഈസ് ദ വാല്യൂ V0 ക്യാപിറ്റൽ ആർ ഡിവൈഡഡ് ബൈ സ്മോൾ ആർ എന്നാണ് കിട്ടിയത്. നിങ്ങൾക്കറിയാം V0 R ഒക്കെ കോൺസ്റ്റൻറ്റുകളാണ്. V0യും ക്യാപിറ്റൽ ആറും ഒക്കെ കോൺസ്റ്റൻറ്റ്സ് ആണ്, പുറത്തേക്ക് എടുക്കുന്നു. ദെൻ ഡോ ബൈ ഡോ ആർ ഓഫ് 1/r, ദാറ്റ് ഈസ് മൈനസ് 1/r സ്ക്വയർ. സോ ദിസ് ഇസ് മൈനസ് 1/r സ്ക്വയർ എന്ന് വരുന്ന സമയത്ത് മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്തിട്ട് V0 R ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്പ് എന്ന് കാണാനായിട്ട് സാധിക്കും. സോ വെദർ ഇറ്റ് ഈസ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ whatever be the value, the electric field has same magnitude and direction. V0 capital R upon small r square into r cap ആണ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇൻ സം പ്രോബ്ലംസ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ മാത്രമായിരിക്കില്ല നമുക്ക് തരുന്നത്, ഇലക്ട്രിക് ഫീൽഡ് യൂസ് ചെയ്തുകൊണ്ട് ചാർജ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനും ചോദിക്കാം. അപ്പോൾ ചാർജ് ഡെൻസിറ്റി കണ്ടുപിടിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസിൽ പൊട്ടൻഷ്യൽസ് തന്നിട്ടുണ്ട്, ഫ്രം വിച്ച് യു ഫൈൻഡ് ഔട്ട് ദ ചാർജ് ഡെൻസിറ്റി. സോ പൊട്ടൻഷ്യലിൽ നിന്ന് നമുക്ക് ഫീൽഡ് കണ്ടുപിടിക്കാം, ഫീൽഡ് അറിയാമെങ്കിൽ ചാർജ് ഡെൻസിറ്റിയിലേക്ക് എത്താം. കാരണം ഈ ചാർജ് ഡെൻസിറ്റിയും ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡും തമ്മിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. നോക്കൂ, ഡെൽ ഡോട്ട് ഇ, ദ ഡൈവേർജൻറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു റോ ഡിവൈഡഡ് ബൈ എപ്സിലോൺ സീറോ. ഓൾ ഓഫ് യു നോ ദിസ് ഇസ് Gauss theorem, the differential form of Gauss theorem, which directly implies that rho is equal to epsilon 0 into divergence of electric field. So electric field നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് ഡൈവേർജൻസ് കണ്ടുപിടിച്ചാൽ നമുക്ക് എപ്സിലോൺ 0 കൊണ്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, യു വിൽ ഗെറ്റ് ദ ചാർജ് ഡെൻസിറ്റി. അപ്പോൾ നോക്കാം നമുക്ക്. സോ നോക്കൂ, ഡെൽ ഡോട്ട് ഇ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഡെൽ ഡോട്ട് ഇ ഇസ് ഈക്വൽ ടു, ഇവിടെയും നമ്മൾ ഡൈവേർജൻസ് കാണുമ്പോൾ ആർ ഡിപ്പെൻഡൻസ് മാത്രമേ ഫീൽഡിനുള്ളൂ, അതുകൊണ്ട് തന്നെ തീറ്റയുടെ കമ്പോണൻറ്റും ഫൈയുടെ കമ്പോണൻറ്റും ഇവാലുവേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്നത്, നമുക്കറിയാമല്ലോ, ദ ഡൈവേർജൻസ് ഇൻ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ടേക്കിംഗ് ദ കമ്പോണൻറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓൺലി 1/r square ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് ആർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ആർ. വി ആർ കൺസിഡറിങ് ദ കമ്പോണൻറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ റേഡിയൽ ഡിറക്ഷൻ. അതാണ് ഞാനതിനെ ഇ ഓഫ് ആർ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. സോ 1/r square ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് ആർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ആർ എന്നാണ് വരുന്നത്.
അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു 1/r² ഇൻറ്റു δ/δr ഓഫ് r². ആർ ലെസ് ദാൻ ആറിൻ്റെ കേസ്, ഫസ്റ്റ് കേസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് കേസിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയത് V0 സ്മോൾ ലെറ്റർ r ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ R എന്നാണ് നമുക്ക് കിട്ടിയിരുന്നത്. V0 r ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ R, ദാറ്റ് ഈസ് ദ കമ്പോണൻറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ റേഡിയൽ ഡിറക്ഷൻ. V0 r ഡിവൈഡഡ് ബൈ R. അപ്പോൾ നോക്കൂ, r³ r ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്താൽ r³ കിട്ടും. r² r ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്താൽ r³ കിട്ടും. സോ ദിസ് ഇസ് ഈക്വൽ ടു 1/r² ഇൻറ്റു δ/δr. V0 r വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. സോ ഐ ജസ്റ്റ് ടേക്ക് V0 r പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ V0/r പുറത്തേക്ക് എടുക്കുന്നു. δ/δr ഓഫ് r³. δ/δr ഓഫ് r³ is 2r². സോ ദിസ് ഇസ് 1/r² ഇൻറ്റു V0/r. 2r² ആണ്, സോറി 3r², നോട്ട് 2r². ഇറ്റ് ഈസ് 3r². റൈറ്റ്. So r² gets cancelled. So this is equal to 3v0/r. ഇതാണ് ഡെൽ ഡോട്ട് ഇ കിട്ടുന്നത്. ഞാൻ ചെയ്തതിൽ മിസ്റ്റേക്സ് ഒന്നും ഇല്ലെന്ന് മനസ്സിലാക്കുന്നു. യു ജസ്റ്റ് വാട്ട് എവർ ഇറ്റ് ഈസ്, എന്താണെങ്കിലും ഡസൻ മാറ്റർ. നിങ്ങൾ എന്താ കൺസിഡർ ചെയ്യേണ്ടത്? ഇലക്ട്രിക് ഫീൽഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡൈവേർജൻസ് കണ്ടുപിടിക്കുക. ഇലക്ട്രിക് ഫീൽഡ് ഡൈവേർജൻസ് കണ്ടുപിടിക്കാനാണ് ഇങ്ങനെ ചെയ്തത്. 1/r² ഇൻറ്റു ഡോ/ഡോ r ഓഫ് r² ER എന്ന് എഴുതിയത്. ER എന്ന് പറഞ്ഞാൽ റേഡിയൽ കമ്പോണൻറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സ്ക്വയർ ഒക്കെ V0/r പുറത്തേക്ക് എടുത്ത് r³ കണ്ടുപിടിച്ച് 3r², r² ക്യാൻസൽ 3v0/r. അപ്പോൾ റോ എന്തായിരിക്കും? ചാർജ് ഡെൻസിറ്റി എന്തായിരിക്കും? ചാർജ് ഡെൻസിറ്റി ദെർഫോർ ചാർജ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ε0 v0 ഡിവൈഡഡ് ബൈ r. 3v0 ഡിവൈഡഡ് ബൈ r എന്നാണ് കിട്ടുക. ഇതായിരിക്കും ചാർജ് ഡെൻസിറ്റി. To estimate the charge, charge കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? To get the charge enclosed by the surface, it is just integrate rho d tau. ചാർജ് ഡെൻസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ചാർജ് വാല്യൂറ്റ് ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതി. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ റോ നമ്മൾ കണ്ടുപിടിച്ചു ε0 3ε0 v0/r ആണ്. ഇതൊരു സ്ഫെറിക്കലി സിമെട്രിക് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് അതിൻ്റെ ഒരു എലമെൻ്റൽ വോളിയം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 4πr² dr. 4πr² dr ആയിരിക്കും കിട്ടുക, ദ എലിമെൻ്റൽ വോളിയം. നിങ്ങൾക്ക് ഒരു r അപ് ടു r വരെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ 0 ടു ക്യാപിറ്റൽ R വരെ, r ലെസ് ദാൻ ക്യാപിറ്റൽ R വരെയുള്ള ചാർജിൻ്റെ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജാണ് കാണേണ്ടതെങ്കിൽ 0 ടു r വരെ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതിയാകും. അപ്പോൾ നോക്കൂ, ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം ഈ 3v0/R 4π ഇതൊക്കെ കോൺസ്റ്റൻസുകളാണ്, പുറത്തേക്ക് എടുക്കുന്നു. ഇൻറ്റഗ്രൽ 0 ടു ക്യാപിറ്റൽ R r² dr ആണുള്ളത്. r² dr ആണുള്ളത്. ഓക്കെ, r² dr നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. ഫ്രം 0 ടു ക്യാപിറ്റൽ R ചെയ്ത് കഴിഞ്ഞാൽ r³ എന്നാണ് കിട്ടുക. സോ 3v0/r ഇൻറ്റു 4π മൾട്ടിപ്ലൈഡ് വിത്ത് r³ എന്നാണ് വരിക. അപ്പോൾ 3 വെട്ടിപ്പോകുന്നു, ഒരു r സ്ക്വയർ ആയിട്ട് വരുന്നു ബാക്കി. സോ ദിസ് ഇസ് ഈക്വൽ ടു 4πε0 r² ഇൻറ്റു v0 എന്ന് വരും. റൈറ്റ്, ഇൻറ്റു v0 എന്ന് വരും. ഇതാണ് ചാർജ്. ഇത്രയും കൂളും ചാർജ് ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്തിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്പിക്കൽ പ്രോബ്ലമാണ്, നമുക്ക് നെറ്റ് എക്സാമിനേഷൻ ആണെങ്കിലും മറ്റേത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിനും കാണുന്ന ഒരു ടിപ്പിക്കൽ പ്രോബ്ലത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡ് ഓഫ് പ്രൊസീജിയറാണ് ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. സിമ്പിൾ കാൽക്കുലേഷൻസ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ ചെയ്തു പോയത്. ജസ്റ്റ് ചെയ്യേണ്ടത് പൊട്ടൻഷ്യൽസ് തന്നിട്ടുണ്ടെങ്കിൽ ഫ്രം വിച്ച് ഗ്രേഡിയൻറ്റ് കണ്ടുപിടിച്ച് ഇലക്ട്രിക് ഫീൽഡ് കാണുക. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്. അൽഗോരിതം 1, ഗ്രേഡിയൻറ്റ് കണ്ടുപിടിച്ച് ഇലക്ട്രിക് ഫീൽഡ് കാണുക. ഇലക്ട്രിക് ഫീൽഡ് കിട്ടിക്കഴിഞ്ഞാൽ ഡൈവേർജൻറ്റ് കണ്ടുപിടിച്ച് ചാർജ് ഡെൻസിറ്റി കാണുക. റോ ഇസ് ഈക്വൽ ടു ε0 ഡെൽ ഡോട്ട് ഇ. ചാർജ് ഡെൻസിറ്റി കിട്ടി. ഇനി ചാർജ് ഡെൻസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്പെറിക്കലി സിമെട്രിക് ആയിട്ടുള്ള പ്രോബ്ലങ്ങളിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ചാർജ് ഡെൻസിറ്റിയെ നിങ്ങൾ വോള്യൂം ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇവിടെ r മാത്രമാണ് വേരിയബിൾ ആയിട്ട് വരുന്നത്, അതുകൊണ്ടാണ് 0 ടു r മാത്രം വന്നത്. അല്ല, ഇൻ ജനറൽ ആണെന്നെങ്കിൽ 0 ടു r പിന്നെ തീറ്റ
യുടെ വാല്യൂയുടെ ലിമിറ്റ് കൊടുക്കണം, ഫൈയുടെ വാല്യൂയുടെ ലിമിറ്റ് കൊടുക്കേണ്ടി വരും. സിംപ്ലസ്റ്റ് സ്ഫെറിക്കലി സിമെട്രിക് പ്രോബ്ലം ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇതെങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ബൈ നോയിങ് ദ പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ ജസ്റ്റ് നോക്കിയാൽ മതി, ആ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാൻ പറ്റും ആർ ഡിപ്പെൻഡൻസ് മാത്രമാണോ ഉള്ളത് അതോ തീറ്റ ഫൈ ഡിപ്പെൻഡൻസ് ഉണ്ടോ എന്നുള്ളത്. അതിൽ നിന്ന് നമുക്കത് എലിമിനേറ്റ് ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ സ്കിപ്പ് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കും. ദിസ് ഈസ് ദ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ടു ഇവാലുവേറ്റ് ദ ഫീൽഡ് ആൻഡ് ചാർജ് ഡെൻസിറ്റി, ഓഫ് കോഴ്സ് ദ ചാർജ് ഫ്രം ദ പൊട്ടൻഷ്യൽ. Okay, and I'll give you some problems, some exercise, and these are the two exercises. You can see one is this: electric potential of some charge configuration is this, V of r is equal to a e raised to lambda minus lambda r divided by r, where lambda and a are constants. Find out electric field and rho. നിങ്ങൾ കൃത്യമായി ഇത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ യുക്കാവ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സപ്പോസ് ദിസ് ഈസ് ദ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ ദ യുക്കാവ പൊട്ടൻഷ്യൽ. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്യേണ്ടി വരും. ക്യൂ ബൈ ആർ, കാരണം ആർ ഡിപ്പെൻഡൻസ് ഇവിടെ രണ്ട് സ്ഥലത്തും കാണാൻ സാധിക്കും, ഇവിടെയും ഇവിടെയും ഉണ്ട്. അപ്പം വി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ആർ ഇ റേസ് ടു മൈനസ് ആൽഫ ടി ഇൻറ്റു 1 പ്ലസ് ആൽഫ ആർ ഡിവൈഡഡ് ബൈ 2. ദിസ് ഈസ് ദ യുക്കാവ പൊട്ടൻഷ്യൽ. ഇത് രണ്ടും നോക്കിയാൽ തന്നെ മനസ്സിലാക്കാം, രണ്ടും സ്ഫെറിക്കലി സിമെട്രിക് പൊട്ടൻഷ്യലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഗ്രേഡിയൻറ്റ് കണ്ടുപിടിച്ച് ഇലക്ട്രിക് ഫീൽഡും അതിൻ്റെ ഡൈവേർജൻറ്റ് കണ്ടുപിടിച്ച് നമുക്ക് ചാർജ് ഡെൻസിറ്റിയും കാണാനായിട്ട് സാധിക്കും. സോ ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് ലെക്ചർ. കുറച്ച് ലെങ്തി ആയിപ്പോയി ലെക്ചർ, കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ കൺസെപ്റ്റുകളൊക്കെ ഇങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ കുറച്ച് ലെങ്തി ആയിപ്പോയി. ബട്ട് ഹോപ്പ് യു ഗെറ്റ് ദ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് ഈസ് ഫീൽഡ്, what is especially electrostatic field, and what is the potential, electrostatic potential, and how these are connected in the sense. Okay, so that's all about today's class. Thank you.